എല്ലാവരും ഇരിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓൺലൈനിൽ ഈ ധ്യാനം ഈ ആഴ്ചയിൽ കൂടുന്ന എല്ലാവരെയും ഇവിടെ തീർത്ഥാടനത്തിലെ ഉടമ്പടി ധ്യാനത്തിനായി എത്തിയിരിക്കുന്നവരെയും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിൽ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. നമ്മൾ ഓരോ ഉടമ്പടി ധ്യാനങ്ങളിലൂടെയും ഞങ്ങൾ തന്നെ ഒത്തിരിയേറെ ഒരു 5-6 ദിവസം ഒരു ധ്യാനം കഴിഞ്ഞാൽ അടുത്ത ഉടമ്പടി ധ്യാനം വരെ എപ്പോഴും ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചും കർത്താവ് നൽകുന്ന വചനത്തിൻ്റെ പിറകെ അന്വേഷിച്ചും അതിൻ്റെ അനുഭവതലങ്ങളെ ഓർത്തും ഒക്കെ നിരന്തരമായ ഒരു ഉടമ്പടി ദൈവസാന്നിധ്യ സ്മരണയിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ ഉടമ്പടി കാലത്ത് ഒരു ഉടമ്പടി സാന്നിധ്യ സ്മരണയിൽ ജീവിക്കണം. ആൾക്കാർക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയണത്, ഇവിടുന്ന് ഉടമ്പടി ചെയ്തു പോകുമ്പോൾ പിന്നീട് നിങ്ങൾ വേവലാതി കൊള്ളുന്നതും നിങ്ങൾ ഇമ്മേഴ്സ്ഡ് ആകണതും എത്ര ശതമാനം നിങ്ങൾക്ക് ദൈവവുമായിട്ട് ചെയ്ത ഉടമ്പടിയെക്കുറിച്ച് നിങ്ങൾക്ക് തിരിച്ചറിവും ബോധവുമുണ്ട്. അതാണ് എൻ്റെ വിഷയം. അത് ശരിക്കും കാര്യം ഉടമ്പടിയെ ചിലപ്പോൾ മറ്റ് ജീവിത സാഹചര്യങ്ങളും സന്തോഷമായാലും സങ്കടമായാലും ഉത്കണ്ഠയായാലും മറ്റ് വൈകാരിക സാഹചര്യങ്ങൾ ഉടമ്പടിയെ വിഴുങ്ങുന്നൊരവസ്ഥ വരികയും ഞാൻ ഉടമ്പടി എടുത്ത വ്യക്തിയാണ്, ഞാൻ ദൈവവുമായിട്ട് ഉടമ്പടി ജീവിക്കുകയാണ് എന്നുള്ളൊരു ബോധമാണത്. ആ ബോധം ശരിക്കും ആദ്യ 90 ദിവസം മുഴുവനും ആ ബോധത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടായില്ലെങ്കിൽ പിന്നെ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ബോധം ഉണ്ടാകണമെന്ന് പറയുന്നതിനകത്ത് ഒരർത്ഥവുമില്ല. നിങ്ങൾ ഉടമ്പടി എടുത്തവരാണ്. ഞാനും ഉടമ്പടി, നമുക്കറിയാം മറ്റ് പ്രെയർ ചെയ്യുന്ന പോലെ ഡംപ് ആൻഡ് ഗോ അല്ല ഇവിടെ. ഡംപ് വെച്ചാൽ നമ്മളൊരു സ്ഥലത്ത് പോയി തിരികെത്തിക്കുന്നു, ഗുഡ് ബൈ പറഞ്ഞ് പിരിയുന്നു, പിന്നെ അത് നമ്മൾ മറന്നു കളയുന്നു അല്ലേ. നമ്മളൊരു സ്ഥലത്ത് പോയി നൊവേന കൂടുന്നു, ആ സമയത്ത് കുറേ പാട്ടൊക്കെ പാടുന്നു, നമ്മൾ അടുത്ത വണ്ടി കയറി പോകുന്നു. പിന്നെ നമ്മൾ ഓർക്കണത് അടുത്ത ചൊവ്വാഴ്ച വ്യാഴാഴ്ച ആകുമ്പോഴാണ്, അയ്യോ ഇന്ന് നൊവേന ദിവസമാണല്ലോ എന്ന് ഓർക്കണത്. ഇത് ഒരവസ്ഥയാണ് ഉടമ്പടിക്കുള്ളതെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലല്ല. കാര്യം എന്താ, ഉടമ്പടി എപ്പോഴും അറിയാം, ഇറ്റ് ഈസ് എ ബൈലാറ്ററൽ റിലേഷൻ. ദൈവമായിട്ട് ഒരു ഉഭയകക്ഷി ജീവിത അവസ്ഥയിലാണ് നമ്മൾ. അപ്പോഴും അതിനൊരു ലീവോ ഒന്നുമില്ല, അതിനൊരു ഫ്രീ ടൈം പോലുമില്ല. ഉടമ്പടിക്കൊരു ഫ്രീ ടൈം, ഇപ്പോൾ ക്ലാസ്സാണ്, ക്ലാസ്സിന് സ്വാഭാവികമായിട്ടൊരു ഫ്രീ ടൈം ഉണ്ടാകത്തില്ല, ഇൻ്റർവെൽ എന്ന് പറയത്തില്ലേ. പക്ഷെ ഉടമ്പടിക്ക് ഇൻ്റർവെല്ലില്ല. കാര്യം ഉടമ്പടിയിൽ എങ്ങനെ ഇൻ്റർവെൽ വെക്കാൻ പറ്റും? നിങ്ങൾ ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ നിമിഷങ്ങളും തന്നെ നിങ്ങളെ വാക്ക്, പ്രവൃത്തി, വിചാരം, സാക്ഷ്യം അതെല്ലാം ഉടമ്പടിയുടെ ബേസ്മെൻറ്റിലാണ്. ഒരുപക്ഷെ സത്യസന്ധമായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് എന്നെ കരുത്താണെന്നറിയാവോ? സത്യസന്ധമായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് എന്നെ കരുത്താ. ആ കരുത്ത് കാണണമെങ്കിൽ ഈ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായത്, അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാം. റോഷൻ എന്നും പറഞ്ഞൊരാൾ, യാക്കോബ സഹോദരനാണ്, കോട്ടയത്ത് നിന്ന്. അതായത് റോഷൻ്റെ സാക്ഷ്യം, റോഷനും ഉണ്ടായ ഒരു കുഞ്ഞ് മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ റോഷനൊരു ഫീല് ചെയ്തില്ല. എന്താ അദ്ദേഹം സാക്ഷ്യത്തിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, അത് മാതാവ് തന്ന കുഞ്ഞല്ലേ എന്നാണ് പറയണത്. അപ്പം ഹീസ് കോൺഷ്യസ് അബൌട്ട് ദാറ്റ്. അതായത് അതിനെക്കുറിച്ചൊക്കെ നല്ല ബോധമുണ്ട്. ഇതുപോലെ ഓരോ സമയത്തും ഉടമ്പടി കാലങ്ങളിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് നമുക്ക് സംഭവിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ ഉടമ്പടിയെക്കുറിച്ച് ഓർമ്മ വന്നാൽ പോരാ. ഓർമ്മയെ പോസിറ്റീവായിട്ട് വരണം. ദൈവത്തോട് നമ്മൾ ഉടമ്പടി ചെയ്തതല്ലേ എന്നുള്ളത് പോസിറ്റീവായിട്ടാണ് വരേണ്ടത്. അങ്ങനെ ഒരു കാര്യം എനിക്ക് പലപ്പോഴും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്നത്, ഉടമ്പടി ഒരു ഫങ്ഷൻ അല്ല, ഉടമ്പടി ഒരു ഫീലിംഗ് ആണ് ശരിക്കും. ഇതാണ് വ്യത്യാസം. എപ്പോഴും ആ ഫീലിംഗ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഉടമ്പടി ഫങ്ഷൻ ആണെങ്കിൽ ആ ഫങ്ഷൻ കഴിയുമ്പോൾ നമുക്ക് ഫ്രീ ആണ്. ഫീലിംഗ് ആണെങ്കിൽ ഫീലിങ്ങിൽ നമ്മൾ ഫ്രീ അല്ല. ആ വ്യത്യാസം അതാണ്.
ഇപ്പം നമ്മുടെ അപ്പൻ മരിച്ചു, അതൊരു ഫീലിംഗ് ആണ്, നമ്മൾ ഫ്രീ അല്ല. ആ ദുഃഖം നമുക്കങ്ങ് നിൽക്കുന്നോ? അതിനേക്കാൾ തീവ്രമായ എന്തെങ്കിലും ബന്ധങ്ങളുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് നമുക്ക് മിസ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് എ ഫീലിംഗ്, ഇറ്റ്സ് നോട്ട് എ ഫങ്ഷൻ. അപ്പൻ്റെ മരണം ഒരു ഫങ്ഷനാണോ? അല്ല, അതൊരു ഫീലിംഗ്. ഉടമ്പടി ഒരു ഫങ്ഷനാണോ? അല്ല, ഇറ്റ്സ് എ ഫീലിംഗ്. അതുകൊണ്ട് ആ ഫീലിങ്ങിന് ഇൻ്റർവെല്ലില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി ഒരു ബോധമാണെന്ന്, ആ ബോധം ഒരു നിലനിൽപ്പിന്റെ വികാരമാണെന്ന് തിരിച്ചറിയാനുള്ള കൃപയാൽ എന്നെ നിറക്കണമേ. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. അനുഭവിച്ചറിഞ്ഞ് നിബന്ധനകൾ പാലിച്ച് ദൈവസ്നേഹം വർദ്ധിപ്പിച്ച് നിങ്ങളെ സാക്ഷികളായി ഉടമ്പടി ധ്യാനത്തിലൂടെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം. പ്രാണനാഥൻ നീയൻ സ്നേഹരാജൻ, നീയൻ പ്രാണനാഥൻ, നീയൻ സ്നേഹരാജൻ, നിന്നിലെല്ലാം ജീവനും സ്നേഹവുമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അതായത് ഈ ഉടമ്പടിയുടെ ബോധവും വിവേചനവും ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ദാനമായിട്ട് വരണത്. ഇതിന് ഈ റോൾ ഓഫ് ദി ഹോളി സ്പിരിറ്റ് ഉടമ്പടിയുടെ മെക്കാനിസത്തിൽ ഭയങ്കര പ്രിൻസിപ്പൽ പാർട്ടാണ് വരണത്. ഇതൊരു പരിശുദ്ധാത്മാവ് ഇതര പ്രാർത്ഥനാരൂപമല്ലത്. പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ രൂപങ്ങളുടെയും മൊബിലിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡൈനാമിസം വർക്ക് ചെയ്യണത് പരിശുദ്ധാത്മാവിൽ അധിഷ്ഠിതമാണ് എല്ലാ പ്രയർ രൂപങ്ങളും. അപ്പോൾ ഉടമ്പടി എന്ന് പറഞ്ഞത് ഒരു മരിയൻ പ്രയറാണെന്ന് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവിന് അവിടെ ഒന്നും ചെയ്യാനില്ലെന്നല്ല. മരിയൻ പ്രയറായത് കൊണ്ട് തന്നെ അത് ഫുൾനെസ് ഓഫ് ഹോളി സ്പിരിറ്റിലെ വർക്ക് ചെയ്യത്തുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയിൽ പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടിയെടുത്ത് എല്ലാവരെയും പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയിലേക്ക് ഫലദായകമായി വളർത്തണമേ, അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത് ഈ ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളും ബേസിക് പ്രയർ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾക്കല്ല, ദാനങ്ങൾക്കാണ്. ദാനങ്ങളാണ് ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. ദാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. നമുക്കറിയാമല്ല, ഇപ്പോൾ വെള്ളം എന്ന് പറയുന്നതാണ് ദാനം. വെള്ളത്തിൻ്റെ ഫലങ്ങളാണ് മീൻ, മറ്റുള്ള തരത്തിലുള്ള ജീവജാലങ്ങളെല്ലാം. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് രണ്ട് വിഷയങ്ങളിലാണ് നമ്മൾ എപ്പോഴും ദാനങ്ങൾ എപ്പോഴും നമ്മൾക്ക് എപ്പോഴും ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കൾക്കും. ഐസയാ 11:2 കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. എന്തെല്ലാം ആത്മാവാണ്? എന്തിൻ്റെ ആത്മാവാണ്? ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്. അപ്പം ജ്ഞാനം എന്ന് പറയുമ്പോൾ ഒരു അനുഭവജ്ഞാനമാണ്, തിയറി മാത്രമല്ല.
പ്രയോഗം കൂടിയുണ്ട്. തിയറി ആണെങ്കിൽ സൈദ്ധാന്തിക ജ്ഞാനമാണ്, അറിവാണ്. അതിൻ്റെ പേര് അറിവെന്നാണ്, ജ്ഞാനമല്ല. ജ്ഞാനം മീൻസ് അത് നോളജല്ല, വിസ്ഡമാണ്. വിസ്ഡം എന്ന് പറയുമ്പോൾ പ്രായോഗികമായ ജ്ഞാനമാണ്, അനുഭവജ്ഞാനമാണ്. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടിയിൽ വിസ്ഡമാണ് വരേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇതിനെക്കുറിച്ചുള്ള ഇപ്പം ഞങ്ങൾ സൈദ്ധാന്തിക ജ്ഞാനമല്ല ഇവിടുന്ന് തരണത്. നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? സാക്ഷ്യം. ഞങ്ങൾ സിദ്ധാന്തം തരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? സാക്ഷ്യം. സാക്ഷ്യം അനുഭവിച്ച വ്യക്തികൾ സ്വാഭാവികമായിട്ട് നൽകേണ്ടത് എന്താണ്? വിസ്ഡമാണ് നൽകേണ്ടത്, അനുഭവജ്ഞാനമാണ് നൽകേണ്ടത്. ഞങ്ങൾ നൽകിയിട്ടുള്ള സിദ്ധാന്തം, തിയറി നിങ്ങൾ കൊണ്ടുപോയി ഫീൽഡിൽ പ്രാക്ടിക്കലായിട്ട് അത് പ്രയോഗിച്ച് നോക്കിയപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് റൈറ്റായിട്ട് വരികയും നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലേശമോ രോഗമോ ഒക്കെ മാറുകയും ചെയ്യുമ്പോൾ വെൻ വി പ്രസൻറ്റ് ഇൻ ദ പ്ലാറ്റ്ഫോം അത് വിസ്ഡത്തിൽ നിന്നാണ് വരേണ്ടത്. അല്ലാതെ ജോലി കിട്ടി, വീട് കിട്ടി, വിവാഹം നടന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പട്ടിക അവതരിപ്പിക്കുകയല്ല. അതൊരു വിസ്ഡം വേണം അവിടുന്ന്. നിങ്ങളത് എങ്ങനെയാണ് ആ ഉടമ്പടി പ്രയോഗിച്ചത്? ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, അതായത് ആ കുഞ്ഞിൻ്റെ തകർച്ച വന്നപ്പോൾ ഡോക്ടർ എടുത്ത് കളയണമെന്നാണ് പറഞ്ഞത്. ഡോക്ടർ എടുത്ത് കളയണമെന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞ് അങ്ങനെ സംഭവിക്കത്തില്ല. എന്താ കാരണം? ഞങ്ങളത് ഉടമ്പടി ചെയ്തതാണ്, മാതാവ് തന്ന കുഞ്ഞാണ്. അതാണ് ബോധമെന്ന് പറയണത്. ആ ഒരൊറ്റ വിഷയത്തിൽ തന്നെയാണ് ആ കുഞ്ഞ് സർവൈവ് ചെയ്യണത്. അദ്ദേഹത്തിൻ്റെ ഒരു ഉടമ്പടി ബോധമുണ്ടത്. ഞാനത് പറഞ്ഞു കഴിഞ്ഞില്ല, ഇറ്റ്സ് എ ഫീലിംഗ്. ഉടമ്പടി മീൻസ് എൻ അവെയർനെസ്. ഉടമ്പടി ബോധം. ഞാൻ ഉടമ്പടി ചെയ്താണ് അമ്മയുമായിട്ട് കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ഒരു 2 കൊല്ലം മുമ്പ് ഒരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷ്യത്തിൻ്റെ ഒരു പയ്യൻസ് ഭയങ്കര വെള്ളമടിയായിരുന്നു. അപ്പോൾ അവൻ്റെ പെങ്ങളെ കെട്ടിച്ചു വിട്ട വീട്ടിൽ നിന്ന് ആ പെങ്ങളുടെ വീട്ടിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടായപ്പോൾ അവൾ വന്ന് ഇവിടെ ഉടമ്പടി ചെയ്തപ്പോൾ ഉടമ്പടി ചെയ്ത് അവളുടെ വീട്ടിലെ പ്രശ്നത്തിനാണ്, അതായത് പെങ്ങളെ കെട്ടിച്ച് വിട്ട വീട്ടിലെ പ്രശ്നത്തിനാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. പക്ഷേ ആങ്ങളെ ഇങ്ങനെ വെള്ളമടിച്ച് വീട്ടുകാർക്കൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന കാരണം അവൾ ആങ്ങളുടെ കാര്യവും ഉടമ്പടി വെച്ചിട്ടുണ്ട്. പക്ഷേ ഉടമ്പടി വെച്ചതല്ല. അങ്ങനെ നിങ്ങൾക്കങ്ങനെ ഒത്തിരി പേര് നിങ്ങളങ്ങനെ വെക്കും. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ കൂട്ടുകാരത്തി ഇവളെ വിളിച്ചു. ഇവളെ വിളിച്ചും പറഞ്ഞ്, നീ അറിഞ്ഞില്ലേ? എന്താണെന്ന് ചോദിച്ചേ. അപ്പോഴിവളൊരു പമ്മി. അപ്പോൾ അവൾ അറിഞ്ഞിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കേൾക്കാൻ പോണത്. അപ്പോൾ അവൾക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യമല്ല പറയാൻ പോണത്. കാര്യം ഇവളുടെ ആങ്ങളയെ ബൈക്കിൽ പോയപ്പോൾ കാറിടിച്ചു. അപ്പോൾ അത് വളരെ സീരിയസ് ആയിപ്പോയി. ആൾ ICUവിലാണ്, വെന്റിലേറ്ററിലാണ്. പക്ഷേ ഇവളിത് നീ കാര്യം പറയാൻ പറഞ്ഞ് ആങ്ങളെ വണ്ടി ഇടിച്ചു എന്ന് പറഞ്ഞു. വണ്ടി കണ്ടിട്ട് ആൾക്കാർ പറയണത് അത് വളരെ മോശമായ രീതിയാണ് പറയണത്. കണ്ടവരാണ് എന്നോട് പറയണമെന്ന് പറഞ്ഞു. ആങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞു. പക്ഷേ എടുത്ത ശ്വാസത്തിൽ ഫസ്റ്റായിട്ട് ബ്രീത്തിൽ ഇവളെന്നാ പറയുന്നത് അറിയാമോ? അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ലെന്നാണ് പറയണത്. അവന് ഒന്നും സംഭവിക്കത്തില്ല. എന്താ കാര്യം? അവൻ്റെ കാര്യം ഞാൻ അമ്മനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ്. പ്രൈസ് ദ ലോർഡ്. ഇതാണ് ഉടമ്പടി അവെയർനെസ് എന്ന് പറയണത്. അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല, അവനൊന്നും സംഭവിക്കത്തില്ല. കാര്യം എന്താണ്? അവൻ്റെ കാര്യം ഞാൻ അമ്മനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. കാര്യം അവൻ്റെ കാര്യം, അവൻ്റെ മദ്യപാനം മാറാൻ വേണ്ടി അമ്മയോട് അവൾ ഉടമ്പടി വെച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പല കാര്യവും പട്ടികയിൽ പല കാര്യം വെച്ച പോലെ കാഷ്വലായിട്ടൊരു സാധനം കുത്തിക്കയറ്റിയതല്ല ഈ സംഭവം. അതാണ് ഈ ഉടമ്പടി എടുക്കണമല്ല പ്രശ്നം. നിങ്ങൾ എടുക്കുമ്പോൾ വാട്ട് ഫീലിംഗ് യു ഹാവ്, നിങ്ങൾ എന്ത് ബോധമാണ് നിങ്ങൾക്കുണ്ടത്, അതാണ് ഞാൻ പറയുന്നത്. ഒക്കട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോൾ 5 കാര്യം 6 കാര്യം വെക്കാമല്ലോ, അതിലൊരു കാര്യം ഇതും കൂടി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചാൽ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം, നിങ്ങൾക്ക് ഒരു മുടന്തം വിശ്വാസത്തിലാണല്ലോ ഇത് ചെയ്യണത്. അങ്ങനെ ഒരെണ്ണമെങ്കിലും അങ്ങനെ ഒരു ചത്ത ഉടമ്പടി വെച്ചാൽ ആ ഉടമ്പടി ഒരു വിഷയമെങ്കിലും ചത്ത ഉടമ്പടി വെച്ച് കഴിഞ്ഞു. ചത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര കണ്ട് യു ആർ നോട്ട് സീരിയസ് അബൌട്ട് ദാറ്റ്. ആ വിഷയം നടന്നാൽ കൊള്ളാം, നടന്നില്ലെങ്കിലും കൊള്ളാം എന്ന് നിങ്ങൾ വെച്ചിരിക്കുകയാണ്. നടന്നേ മതിയാവൂ എന്നൊന്നുമില്ല. അങ്ങനെ ഒരെണ്ണം ഇതിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ചത്ത ഉടമ്പടി എന്ന് പറയണത്. ചത്ത ഉടമ്പടിയുടെ 6 കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒരെണ്ണം ഇങ്ങനെ കാഷ്വലായിട്ട് വെച്ചിരിക്കുന്നതാണ്. അത് ചത്തുപോയി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ എല്ലാ ഇൻറ്റൻഷനും അത് ബാധിക്കും. കാര്യം എന്താണ്? നിങ്ങളല്ലേ വെക്കണത്. നിങ്ങളല്ലേ വെക്കണത്. അതായത് അത്ര കണ്ട് ദൈവത്തിൽ ഒക്കട്ടെ എന്നുള്ള മുടന്തം വിശ്വാസമുള്ള നിങ്ങളാണ്
ആ ഒരു സാധനം വെച്ചിരിക്കണം. ആ ആൾ തന്നെയല്ല മറ്റഞ്ചെണ്ണം വെച്ചിരിക്കുന്നത്. അപ്പം അത് അടിസ്ഥാനപരമായ ഉടമ്പടി, അടിയന്തരമായ ഉടമ്പടിയാണെങ്കിലും ഇതുപോലെയുള്ള അലവലാതി കാര്യങ്ങൾ ഒത്താൽ കിട്ടിയാൽ ഊട്ടിയെന്നൊക്കെ ഞാൻ പറയുന്നത് ഇടയ്ക്ക്. അതുപോലെ ഒരു ഗാംബ്ലിംഗ് ആയിട്ട് ഒക്കട്ടെന്നും പറഞ്ഞ് ഒരു സാധനം ഉടമ്പടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒക്കട്ട സാധനം തന്നെയായിരിക്കും എല്ലാത്തിനെയും ബാധിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ഉടമ്പടി ചെയ്യരുത്. നിങ്ങൾക്ക് വെച്ചില്ലേ കുഴപ്പമില്ല, 0 പോയിൻ്റ് ഇട്ട് വെച്ചാൽ മതി. വെക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പക്കയായിരിക്കണം. അതിനെക്കുറിച്ച് ഭയങ്കര അത് ഇല്ലാതെ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ സീരിയസ് ആയിരിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഗങ്ങൾ എഴുതുമ്പോൾ ആത്മാവിന്റെ വലിയ വഴി നടത്തലുകൾ ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്താൽ നിറഞ്ഞ്, സഹോദര സ്നേഹത്താൽ നിറഞ്ഞ് ഉടമ്പടിയിൽ പ്രവേശിക്കുവാൻ ഈശോയെ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എനിക്കൊരു പ്രിപ്പറേറ്ററി പ്രെയർ നല്ലതാണെന്ന് തോന്നണം. ഉടമ്പടി കാര്യം, ഉടമ്പടി പരിശുദ്ധാത്മ ദാനങ്ങളിലാണ് ഇതിങ്ങനെ വർക്ക് ചെയ്ത് പോണത്. ദാനങ്ങൾ അതിപ്പോൾ 1 കൊറിന്ത്യർ 12:8 കൂടുതൽ ദാനങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യമായ രീതിയിൽ ആരാധനയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് ഈ ദാനങ്ങൾ സ്വീകരിക്കുന്നൊരു സമയമാണ്. 1 കൊരിന്ത്യർ 11:8 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, കൊരിന്തോസ് 12:8 ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിന്റെ വചനവും എന്ന് പറഞ്ഞ ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേചനത്തിന്റെ വചനവും. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ അതിൽ പരിശുദ്ധാത്മാവോ ദുഷ്ടാത്മാവോ ലോകാത്മാവോ ഉണ്ടാകാം. ഒരു ഉടമ്പടി ഇരിക്കുന്ന വ്യക്തിക്ക് ലോകാത്മാവ് ഉണ്ടാകാൻ പാടില്ല. അപ്പം തന്നെ അത് വിവേചിക്കണം. ഉടനെ ഓട്ടോമാറ്റിക് വിവേചനം വരേണ്ടതാണ്. എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളിലും ലോകാത്മാവും ഉണ്ടാവും, ദുഷ്ടാത്മാവും ഉണ്ടാവും. ലോകാത്മാവ് എന്ന് വെച്ചാൽ വ്യക്തികൾക്ക് അഹങ്കാരം ഉണ്ടാവും. അഹങ്കാരം മൂത്ത വർത്തമാനങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം. ഇപ്പോൾ ഒരാൾ ഒരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ അതിനെ നിഷേധിച്ചുകൊണ്ട് വേറൊരു സംഭവം പറഞ്ഞു. അപ്പോൾ ഉടനെ ആത്മാവ് നിവേചിക്കണം, ഇത് നിൻ്റെ അഹങ്കാരമാണ്, നീ പറയണറിയാം, നിനക്ക് തെറ്റാണെന്നറിയാം, പക്ഷേ ഇവിടെ ജയിക്കാൻ വേണ്ടി ഒരു അഭ്യാസം കാണിക്കുകയാണ്. അതാണ് വിവേചനം. നിനക്ക് തന്നെ അറിയാം നീ പറയണത് പുട്ടത്തരമാണെന്നറിയാം, പക്ഷേ ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി നീ ഒരു നമ്പർ കാണിക്കുകയാണ്. ദാറ്റ് മീൻസ് അതാണ് ഒരു വിവേചനമെന്ന് പറയുന്നത്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കണം. ആരും പറഞ്ഞു തരണ്ട. ആ വിവേചനം ദാനമാണ്. ഈ ദാനങ്ങൾ ശക്തിപ്പെട്ടാൽ മാത്രമേ വരങ്ങൾ ഉണ്ടാകത്തുള്ളൂ, ഫലങ്ങൾ ഉണ്ടാകത്തുള്ളൂ. വരങ്ങളല്ല, ഫലങ്ങളെന്ന് പറയുമ്പോൾ ഇത് ഉടമ്പടിയുമായിട്ട് കണക്റ്റഡാണ് ശരിക്കും. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പരിശുദ്ധ ഉടമ്പടി സത്യമായി ചെയ്യാൻ, സത്യസന്ധമായി നിറവേറ്റാൻ അതിൻ്റെ പ്രാഥമികമായ അടിത്തറയായ പരിശുദ്ധാത്മദാനങ്ങളാൽ, അറിവിനാൽ, വിവേകത്താൽ, ജ്ഞാനത്താൽ, വിവേചനത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. ഫലങ്ങളാലും
കൃപയാലും ഈശോയെ നിറയപ്പെടുവാൻ കൃപയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയരുക, അളവന്റെ പകർന്നിടുക, ഈ ഭൂമിയിൽ യാത്രയതിൽ ദൈവകൃപയരുക, ഈ ഭൂമിയിൽ യാത്രയതിൽ ദൈവകൃപയരുക. പ്രിസ്ലാമാണ് ഞാൻ അച്ഛൻ ആദ്യമേ പറഞ്ഞത് എന്താണ്? ഉടമ്പടി ഒരു അവെയർനെസ്സാണ്, ഒരു പക്ഷേ ഷാർപ്പ് ആൻഡ് സീരിയസ് അവെയർനെസ്സാണ്. സാധാരണ ഒരു ലോ ലെവലിലുള്ള ഓർഡിനറി അവെയർനെസ് അല്ല, ഷാർപ്പാണ്. കാര്യം ദൈവവുമായിട്ട് അതൊരു കക്ഷി ദൈവമാണ്, മനസ്സിലായില്ലേ? അതിൻ്റെ പ്രശ്നം വെച്ചപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വരുന്നു വിചാരിച്ചോ, നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വരുന്നു, അയൽവാസി വരുന്നു, നമുക്കറിയാം അയൽവാസിയെക്കുറിച്ചുള്ള അവയർനെസ്സിനെ കൊണ്ട്. അപ്പോൾ അതപ്പോൾ നിങ്ങൾ അടുക്കളയിൽ നിൽക്കുന്ന പട്ടത്തിന് നിൽക്കും, അവൾ എങ്ങനെ കറങ്ങി തിരിഞ്ഞ് അടുക്കള വന്നോളൂ എന്ന് വിചാരിക്കും, അല്ലേ? അല്ലേ? കറക്റ്റേ. ഏറ്റവും അടുപ്പമുള്ള കൂട്ടുകാരത്തിയാണെങ്കിൽ അങ്ങനെ ഒരു നമ്മൾ പിന്നെ അവിടെ. പക്ഷെ ആളെ കൂടി അതൊരു മിനിസ്റ്റർ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റായി. പിന്നെ നിങ്ങൾ വീടും കോലവും നമ്മുടെ ഡ്രസ്സുമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് പിന്നെ ആകപ്പാട് പ്രശ്നമായി. ഒന്നെങ്കിൽ പറ്റാത്തതാണെങ്കിൽ നിങ്ങൾ ഒളിച്ചോടി കളയും, നാട് വിട്ടു പോകുന്നത് ഇല്ല. അതായത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത നിങ്ങളുടെ ഇടം പോണ ഒരു അവസ്ഥയിലേക്കാണെന്നുകൊണ്ട് നിങ്ങൾ ആകപ്പാട് ചളിപ്പാവും, ചമ്മലാവും ശരിക്കും. ഇതിപ്പോൾ ആരാണ് ഉടമ്പടിയോട് വരുമ്പോൾ? ദൈവമാണ് അതർ സൈഡ് വരണത്. അതതിൻ്റെ വിഷയം. ഷാർപ്പായിരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്ന ആരുമായിട്ടാണ്? ഇതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ഒരു എളിമയെന്ന് പറയണത് അതാണല്ലോ ഇത് മുഴുവൻ വർക്കൗട്ട് ചെയ്യണത്. ദൈവം ഇത്രയും താഴ്ന്ന് നമ്മളുടെ ജീവിതാവസ്ഥകളിലേക്ക് വരാൻ ദൈവം ഒരു ഇടമുണ്ടാക്കിയത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് അത് ബൈബിളിൽ ആദ്യം മുതൽ പറയുന്ന സംഭവമാണ്. അവൻ പ്രകൃത്യാ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസനായി. അതുകൊണ്ട് സമാന്തരമായിട്ട് ദൈവമായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളും ദാസൻ്റെ ലെവലിലേക്ക് റീസെറ്റ് ചെയ്യണം. ശരിക്കും എളിമ, വിനയം, വിശ്വസ്തത, കാര്യം ഇതെല്ലാം കുറേ ഗുണങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നിലവാരമുള്ള സാക്ഷ്യങ്ങളാണ് ഉടമ്പടി എന്ന് വരേണ്ടത്. അല്ല നിങ്ങൾ പറയുന്ന ലിറ്റിൽ സാക്ഷ്യം, ചെറിയ സാക്ഷ്യങ്ങളാണ്. ഇന്നലെ ഒരു ചേച്ചി ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ സാക്ഷ്യം എന്ന് പറയുമ്പോൾ ആ സാക്ഷ്യം തിരഞ്ഞെടുത്തിൽ വന്ന മിസ്റ്റേക്കാണ്. സാക്ഷ്യം അത് ഉടമ്പടി സാക്ഷ്യം അല്ല. അത് ചുമ്മാ പൈപ്പിൻ്റെ ചവിട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേച്ചിമാർക്ക് പറയാൻ പറ്റിയ എന്തൊരു സംഭവമാണ്. അത് ഭയങ്കര നാണം കിട്ടുപോയി അത് കേട്ടപ്പോൾ. എന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിച്ചത്? അവർ പറഞ്ഞ സാക്ഷ്യത്തിലേ ഉള്ളൂ അവർക്ക് ജോലിയില്ലായിരുന്നു, അത് ചെറിയ ജോലിയാണ്. അപ്പോൾ ഭർത്താവിൻ്റെ ജോലി സ്ഥലത്ത് ആ കെട്ടിടത്തിൽ തന്നെ അവർക്ക് ജോലി കിട്ടി. പിന്നെ അവരെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഓപ്പറേഷൻ ഭർത്താവിന് ഒരുമിച്ച് വന്നു. അപ്പോൾ അത് ഒരുമിച്ച് 3 ചെയ്യണമെന്ന് ഞങ്ങൾ ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ 3 ചെയ്യാമെന്ന് ഡോക്ടർ ഏറ്റു. അപ്പം ഞങ്ങളുടെ പൈസ ചോദിച്ചപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ബില്ല് വന്നപ്പോൾ ഞങ്ങളുടെ കാശില്ലാഞ്ഞ് എന്ത് വിഡ്ഢിത്തരമാണ്. 3 ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഇവർ അങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ്. അത് 3 ചെയ്യാമെന്ന് ആശുപത്രിക്കാർ പറഞ്ഞിരിക്കുകയാണ്. ബില്ല് വന്നപ്പോൾ കാശില്ലെന്ന് കൊടുക്കാൻ. ഇങ്ങനെയൊക്കെയുള്ള വിഡ്ഢിത്തരങ്ങളൊക്കെ വന്ന് ഇവിടെ ഇന്നലെ പറഞ്ഞതാണ്. എനിക്കാണെങ്കിൽ ഞാൻ അവ പിടിച്ചു ചേർത്ത് ശരിക്കും പൂച്ച വിട്ടത്. വെച്ചാൽ അതെന്താ പ്രശ്നം? നിങ്ങൾക്ക് ഉടമ്പടിയെക്കുറിച്ച് വ്യക്തതയില്ലെങ്കിൽ ഇതുപോലെയുള്ള കിണറ്റിൻ ചവിട്ടി പറയാൻ പറ്റിയ പെൺവർത്തമാനങ്ങളായി സാക്ഷ്യം അധപ്പതിക്കും. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഉടമ്പടിയുടെ റെലം പറയണത്. എൻ്റെ കാര്യം ഉടമ്പടി എന്ന് പറഞ്ഞാൽ അതിനൊരു വേറെ ഒരു ലെവൽ പ്രാർത്ഥനയാണത്. അതുകൊണ്ടാ വെച്ചാൽ നമുക്കറിയാമല്ലോ, മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ്സ് ആയിട്ടാണ് ദൈവം ലോകത്തിലുള്ള എല്ലാം തിരിച്ചിരിക്കുന്നത്. മെറിറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉടമ്പടി ചെയ്യേണ്ട കാര്യമില്ല. മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ്സ് ബൈബിള് വിഷയങ്ങൾ തിരിക്കണത് മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ്സ് ആയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗ്യതയും അയോഗ്യതയും. ആ വിഷയത്തിന് അയോഗ്യമാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഉടമ്പടി ചെയ്യേണ്ട കാര്യമുള്ളൂ. യോഗ്യമാണെങ്കിൽ ചുമ്മാ ബ്ലെസ്സിങ്സിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് ഉടമ്പടി ആവശ്യമില്ല. അത് വേന കൂടിയാൽ, ജവമാല ചെല്ലിയാൽ, വീട്ടിലിരുന്ന് വേറെ എന്ത് പ്രാർത്ഥന കൂടിയാലും മതി.
കൃത്യമായും പറഞ്ഞ മനസ്സിലായില്ലേ? അത് വളരെ സീരിയസ് വിഷയമാണ്. അതായത് ബൈബിൾ വിഷയങ്ങളെ തിരിക്കുന്ന രണ്ടായിട്ടാണ്, മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യോഗ്യതയുള്ള വിഷയം, നിങ്ങൾക്ക് യോഗ്യതയില്ലാത്ത വിഷയം. യോഗ്യതയില്ലാത്ത വിഷയം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഡോക്ടർ പറയണ ഇത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ടോം ഫിലിപ്പ് എന്നും പറഞ്ഞ ഒരു മകൻ്റെ സാക്ഷ്യം ഉണ്ടായിരുന്നു. ടോം ഫിലിപ്പിന് കുറച്ച് നാളായിട്ട് മക്കളില്ല. പിന്നെ മക്കളെ കിട്ടിയപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമായി. 2 മക്കളെ കിട്ടി ഒരുമിച്ച്. പെട്ടെന്ന് വൈഫ് പ്രഗ്നൻ്റ് ആയപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് സംഭവിച്ചതാണ്. അപ്പോൾ അല്ല അത് കഴിഞ്ഞിട്ടാണ് ഇവർ ഉടമ്പടി എടുത്തിരിക്കുന്നത്. അതായത് ഈ മക്കളില്ലാതിരുന്നിട്ട് അവർക്ക് പെട്ടെന്ന് ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർക്ക് മക്കളെ കിട്ടിയപ്പോൾ പെട്ടെന്ന് ഒരു ഗർഭപാത്രത്തിൽ 2 കുഞ്ഞുങ്ങൾ കഴിയപ്പോൾ ഇവർക്ക് നല്ല പക്ക സന്തോഷമായി. അപ്പോഴവരങ്ങനെ ജീവിച്ചു വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കുഞ്ഞ് വയറ്റിൽ കിടന്ന് മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ പിന്നെ അതവിടെ മരിച്ചു കിടക്കുകയാണ്. മറ്റേ കുഞ്ഞ് അവിടെ ജീവിച്ചിരിപ്പുണ്ട് ഗർഭപാത്രത്തിൽ. അതാണ് ടോം ഫിലിപ്പിൻ്റെ സാക്ഷ്യം. എരിമേലിക്കാരനാണ്. അപ്പോഴേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി മരിച്ചു പോയത് ഇവർ ഡോക്ടർ പറഞ്ഞു. അപ്പോഴേ ഇവർക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പം സങ്കടമല്ല പ്രശ്നം, ഈ മരിച്ച കുഞ്ഞ് വയറ്റിൽ കിടക്കുകയാണ്. മറ്റേ കുഞ്ഞ് അവിടെ ജീവിച്ചിരിപ്പുണ്ട്. വൈദ്യശാസ്ത്രം എന്ത് പറയും? ഡോക്ടർ പറഞ്ഞു, ഈ കുട്ടി മരിച്ചില്ലേ, മറ്റേ കുഞ്ഞ് മരിച്ചില്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ മരിച്ച കുഞ്ഞിൻ്റെ ബ്ലഡ് 2 ഒരേ സർക്കുലേഷനാണല്ലോ, ആ ബ്ലഡ് മോശം ബ്ലഡല്ലേ, അത് ചത്ത കൊച്ചിൻ്റെ ബ്ലഡ് ഈ കുട്ടിയിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കുട്ടി ചിലപ്പോൾ ബ്രെയിനായിട്ട് ഓർമ്മ ഈ തലവിലെ പിള്ളേർ, അതുപോലെ തന്നെ ഓർമ്മയില്ലാത്ത കുട്ടികൾ, സംസാരിക്കാൻ ശേഷിയില്ലാത്തത്, ആന്തരിക അവയവങ്ങൾ ഡാമേജായ കുട്ടിയായിട്ടായിരിക്കും അടുത്ത 2ാമത്തെ കുഞ്ഞും. ഇപ്പം ഒന്നെങ്കിൽ മരിക്കും, പുറത്ത് വരികയാണെങ്കിൽ അതിന് അംഗവൈകല്യങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് പറയും. അപ്പോഴേ ഈ ടോം ഫിലിപ്പ് എന്നാ ചെയ്തിരിക്കണത്, അദ്ദേഹം അപ്പോഴാണ് വന്ന് ഉടമ്പടി ചെയ്യണത്. കാര്യം ഒരു കുഞ്ഞ് മരിച്ചുപോയി, ഭാര്യയുടെ വയറ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ അടുത്ത കുഞ്ഞ് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റണമെന്നാണ് ഡോക്ടർ പറയണത്. പറയണത്. അപ്പം അങ്ങനെ മാറ്റുമ്പോൾ പിന്നീട് ഗർഭം ധരിക്കണമൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് വിഷയമാണ്. അപ്പോൾ ഇവിടെ ഈ മനുഷ്യൻ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വന്ന് ഈ എമർജൻസി കേസ് ഞാൻ കാണുമല്ലോ, അതെന്താ കാരണം ഇതാണ്, ഇതുപോലുള്ള കേസ് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞത് അതിനെക്കൂടി എടുത്ത് കളയണമെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ആ ചത്ത കൊച്ചിൻ്റെ ബ്ലഡ് ഇങ്ങോട്ട് കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കുട്ടി കൊളാപ്സായി പോകും, വൈഫിന് കുഴപ്പമുണ്ടാകും എന്നൊക്കെയാണ് പറയണത്. അപ്പം ഞാനത് ഉടനെ ഉടമ്പടി എടുത്ത് കഴിച്ചിട്ടല്ലേ കാണുന്നത്. അപ്പം ഞാൻ ഉടനെ ഞാൻ കൂളായിട്ട് പറഞ്ഞു, ഉടമ്പടി തൈലം വയറ്റി പുരട്ടി കൊടുക്കാൻ പറഞ്ഞു. അത്രയേ ഉള്ളൂ, വേറെ ഒരു സൊല്യൂഷനും ഇല്ല. ഉടമ്പടി തൈലം ഭാര്യയുടെ അടിവയറ്റിൽ പുരട്ടി കൊടുക്കാൻ പറഞ്ഞു. കുറിച്ചിട്ട് വിശ്വാസപ്രമാണം പുരട്ടി കൊടുക്കാൻ പറഞ്ഞു. ദാറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ ഞാൻ എടുത്തു കളയണമെന്ന് ഞാൻ പറഞ്ഞില്ല. അല്ലെങ്കിൽ എനിക്ക് വേണേൽ പറയാം, ഡോക്ടർ പറയണ പോലെ ചെയ്യാൻ പറയാം. അപ്പോൾ കർത്താവ് എന്നെ പിടിക്കും. പിന്നെ നിന്നെ എന്തിനാണ് ഇവിടെ വെച്ചിരിക്കണമെന്ന് ചോദിക്കും. അതിലെ പ്രശ്നം. നിനക്ക് വിശ്വാസമില്ലാത്ത ഉടമ്പടി തൈലം നീ എന്തിനാണ് ജനങ്ങൾക്ക് കൊടുക്കണമെന്ന് ചോദിക്കും. അതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ അല്പം സംശയമില്ല പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ആ കുട്ടി മരിക്കത്തില്ല. കുട്ടിയെ കർത്താവിൻ്റെ ഉടമസ്ഥയിലേൽപ്പിക്കണം. നീ ഉടമ്പടി തൈലം എടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് നീ വൈഫിൻ്റെ അടിവയറ്റ് തേച്ച് കൊടുക്കാൻ പറയും. അതോടുകൂടി ആ കുട്ടി രക്ഷപ്പെട്ട്. ആ കുട്ടിയെ കൊണ്ടാണ് അയാൾ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഉടമ്പടി ലെവലെന്ന് പറയണത്. ഉടമ്പടി എന്ന് പറയണത് അതിൽ നേർച്ച വസ്തുക്കൾ പ്രവർത്തിക്കണം മാത്രമല്ല, അത് ഇപ്പം നിങ്ങൾ ഒരു ജനറേറ്റർ, ഇപ്പം നമ്മൾ ഈ കറക്റ്റ് സ്റ്റാർട്ടാക്കണ ഒരു ജനറേറ്റർ ഇല്ലേ, ആ ജനറേറ്റർ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ജനറേറ്ററിന് നമുക്ക് വേണമെങ്കിൽ ഒരു 30,000 വാട്ട് വർക്ക് ചെയ്യുന്ന ആണെന്ന് വിചാരിച്ചോ. അത് നല്ല ജനറേറ്ററൊക്കെയാണ്. പക്ഷേ കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള അത് ആളിനില്ലെങ്കിൽ എന്ത് പറ്റും? ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഇത് നല്ല വാട്ടുള്ള ജനറേറ്ററാണ്, ഇതിന് 10 ലക്ഷം രൂപയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യണത് ആരാണ്? അവന് ആരോഗ്യം വേണം ഇല്ലേ? ഉടമ്പടി എടുക്കാൻ അതിൻ്റേതായിട്ടുള്ള ഒരു ആരോഗ്യം ഉണ്ടാകണം, ആത്മീയ ആരോഗ്യം. അത് പ്രശ്നമാണ്. ഉടമ്പടി എടുക്കുമ്പോൾ അതിനൊരു നിലപാടുണ്ട്. ഇപ്പം ഞാനെന്താ പറഞ്ഞത്, ഒരു കുഴപ്പമില്ല, ഡോക്ടർ പറഞ്ഞ് എടുത്ത് കളയണം, അല്ലെങ്കിൽ മോശം ബ്ലഡ് കയറിയിട്ട് കുട്ടിയുടെ ആന്തരിക അവയവങ്ങൾ ദ്രവിച്ചു പോകും,
അത് കുട്ടിക്ക് ഓർമ്മ ഉണ്ടാകത്തില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കൊച്ചു ചിലപ്പോൾ ചത്തുപോയെന്ന് വരുമെന്ന്. അപ്പോൾ ഞാൻ പറയും, നീ ഉടമ്പടി തൈലം കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി ഭാര്യയുടെ അടിവയറ്റി പെട്ടി കൊടുക്കാൻ പറയും. പക്ഷേ ഈ ടോം ഫിലിപ്പിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമുണ്ട്. ഞാൻ പറയുമ്പോൾ പിന്നെ സെക്കൻഡ് ഒപ്പീനിയൻ അയാൾ പോണില്ല. ഞാൻ പറഞ്ഞു, അച്ഛനിങ്ങനെ പറഞ്ഞു. എന്നാലും എൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെ മകൻ ഡോക്ടറാണ്, MD ആണ്, അമേരിക്ക പഠിച്ചതാണ്. അവനും കൂടെ ചോദിച്ചേക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉടമ്പടി തൈലത്തിൻ്റെ വിഷയം തീർന്ന് അവിടെ വെച്ച് തീരും. എന്താ കാര്യം? സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നതുകൊണ്ടാണ്. സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കരുതെന്നല്ല, അത് വിവേചിക്കാൻ പരിശുദ്ധാത്മാവ് പറയണം. പരിശുദ്ധാത്മാവ് വിവേചിക്കാൻ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേർഡ് ഒപ്പീനിയൻ എടുത്തുകൊള്ളാൻ പരിശുദ്ധാത്മാവ് വിവേചിച്ച് വിവേകം നൽകിയാൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ അതേസമയം തന്നെ കൺഫ്യൂഷൻ നിൽക്കുന്ന സമയത്ത് ആന്തരികമായ ബോധ്യം നൽകുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനമെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പരിശുദ്ധാത്മാവ് ദാനം ആവശ്യമായി വരണത് അതായത് ഇപ്പം ഞാനിത് പറഞ്ഞില്ല അവനോട്, കുട്ടി മരിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ചളുപ്പില്ല, ഞാൻ ഒരു സംശയമില്ലാതെ പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അത് ചെയ്താൽ മതിയെന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തിൻ്റെ ഒരു വിഷയമാണ്. നമ്മൾ കുറച്ച് ആലോചിച്ച് എന്താണ് ചെയ്യേണ്ടത്, അവരോട് അങ്ങനെ പറഞ്ഞാൽ മതിയോ അതാ ഇങ്ങനെ പറയണോ എന്നൊക്കെ പറഞ്ഞാൽ പിന്നീട് ലെവൽ മാറി. വിശ്വാസം എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. ഇപ്പം നീ ഒരു മലയോട് ചെന്ന് കടലിൽ ചെയ്ത് നിൽക്കാൻ ഹൃദയത്തിൽ ശങ്കിക്കാതെ പറഞ്ഞാൽ അതനുസരിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞില്ല. അപ്പം ഹൃദയത്തിലുള്ള ശങ്ക എന്ന് പറയുന്നത് നിങ്ങൾ ഒരു വലിയ വില്ലനെപ്പോലെ നമ്മൾ മരണം വരെ ഫൈറ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ്. വിശ്വാസം എന്ന് പറയണതല്ല, വിശ്വാസത്തിൻ്റെ വില്ലനെയാണ് നമുക്ക് എപ്പോഴും ടാർഗറ്റ് ചെയ്യേണ്ടത്. വിശ്വാസം അതിന് എതിരായുള്ള സാധനം എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. വിശ്വാസത്തെ വളർത്തണതിന് അതിൻ്റെ എതിരായിട്ടുള്ള സംഭവത്തെ നമ്മൾ എപ്പോഴും വിശ്വാസത്തെ വളർത്താൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എതിരായിട്ടുള്ള അവിശ്വാസത്തെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ പറയണത്? എൻ്റെ അവിശ്വാസത്തെ 9:24 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, മർക്കോസ് 9:24 ശ്രദ്ധിക്കട്ടെ. 9:24 ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ഇവിടെ പറഞ്ഞ ഒരു കുട്ടിയുടെ അപ്പൻ കുട്ടി അസുഖമായി കിടക്കുമ്പോൾ ഈശോയുടെ അടുത്ത് വരണതാണ്. അവന് പിശാചബാധ എന്താ പ്രശ്നമാണ്. അപ്പോൾ ഈശോ പറയുമ്പോൾ നീ ഇത് വിശ്വസിക്കുമോ, എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? അവൻ പറഞ്ഞു ഓക്കെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അവന് തോന്നും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ എന്ന് അവയൊക്കെ സംശയം. പക്ഷെ ആ സംശയത്തിന് അയാൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അയാൾ എന്താ പറയണത്? മർക്കോസ് 9:24 ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച്. എൻ്റെ ഒന്ന് പറഞ്ഞ എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. അപ്പോഴേ വില്ലൻ, വിശ്വാസത്തിൻ്റെ വില്ലൻ ആരാണ്? സംശയമാണ്. അതിന് വിളിക്കുന്ന പേരെന്താണ്? അവിശ്വാസം എന്നാണ്. അവിശ്വാസം ആരാ പരിഹരിക്കേണ്ടത്? അയൽവാസിയാണോ പരിഹരിക്കേണ്ടത്? അല്ല, കർത്താവാണ് പരിഹരിക്കേണ്ടത്. അതാണ് അയാൾ പറയണത്. അയാൾ എന്ത് കൃത്യമായിട്ടാണ് പറയണത്? ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ എൻ്റെ അവിശ്വാസം പരിഹരിക്കണമേ. എന്നും നമ്മൾ ദൈവതിരുസന്നിധി പറയേണ്ട ഒരു കാര്യമാണ്. എന്താണ്? അവിശ്വാസം പരിഹരിക്കണമേ. നമ്മളൊരു വീട്ടിൽ ചെന്ന് വഴിയാത്രയിൽ വെള്ളം ചോദിക്കണമെന്ന് വിചാരിച്ചോ? അപ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? വെള്ളം ചോദിക്കുമ്പോൾ നമ്മൾ പാത്രം ചോദിക്കുന്നുണ്ടോ? വെള്ളത്തിന് ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം തരാനാണ് പറയണത്, അതാ വെള്ളം തരാനാണ് പറയണത്. അത്ര പ്രശ്നം. നിങ്ങൾ വിശ്വാസം ചോദിക്കുമ്പോൾ നിങ്ങൾ ഇപ്സഫാത്തോ യു ആർ പ്രീസപ്പോസിങ് ദാറ്റ് ഇറ്റ് ഈസ് അത് ബ്രിങ് ചെയ്യണത്, നമുക്ക് തരണത് പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ ചോദിക്കണത്. മനസ്സിലായ കാര്യം? വിശ്വാസം പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ വിശ്വാസം വർദ്ധിക്കണമെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ടാർഗറ്റ് ചെയ്യണത് എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. പരിശുദ്ധാത്മാവിനോട് ചോദിക്കണത് അതുകൊണ്ട് ഐസയ 1 വായിച്ചോളൂ. ഐസയ 11:2 പരിശുദ്ധാത്മാവ് ദാനം. ശ്രദ്ധിക്കട്ടെ. ഏശയ്യ 11:2
ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. 1 കൊരിന്ത്യർ 12:8 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 1 കൊരിന്തോസ് 12:8. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്നു. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. അപ്പോൾ അത് വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് കേവല വിശ്വാസം ഒന്നും പറഞ്ഞ സംഭവമില്ല. ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നില്ലേ, അമേരിക്ക നിങ്ങൾ പോയിട്ടില്ല, പക്ഷെ അമേരിക്ക അവിടെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെയുള്ള ഒരു കേവല വിശ്വാസമല്ല ബൈബിൾ വിശ്വാസം. ബൈബിൾ വിശ്വാസം പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. മനസ്സിലായില്ലേ? വിശ്വാസം, മാനുഷിക വിശ്വാസമുണ്ട്. എന്തുമാത്രം വിശ്വാസം. നമ്മുടെ അമ്മയാണ് നമ്മൾ പറയണത്, നമ്മുടെ അപ്പൻ ഇങ്ങേരാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതൊരു വിശ്വാസത്തെ നമ്മൾ അപ്പനായിട്ട് സ്വീകരിക്കുന്നു. ആ വിശ്വാസമല്ല ബൈബിൾ വിശ്വാസം. ബൈബിൾ വിശ്വാസം എന്ന് പറയുന്നത് ഇതുപോലെ മാനുഷിക വിശ്വാസമോ ഇൻഫറൻസോ ഒന്നുമല്ല, ഒരു സെക്കുലർ ഇൻഫറൻസ് ഒന്നുമല്ല ബൈബിൾ വിശ്വാസം. ബൈബിൾ വിശ്വാസം ബേസിക്കലി ഇറ്റ് ഇസ് എ ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റാണ്, പരിശുദ്ധാത്മാവിൻ്റെ വരമാണ്. ഒരു ഉടമ്പടി മേജറായിട്ടുള്ള പ്രോജക്റ്റ് ചെയ്യുന്നതാണ് ഉടമ്പടി. അതിന് അനപേക്ഷിതമായി അനുധാരികളാണ് അടിസ്ഥാന ആത്മീയ പ്രമാണങ്ങളായിട്ട് ഞാൻ നിങ്ങളെ ഇപ്പോഴും ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു വിഷയം, അതായത് നമ്മൾ അറിയാം, ഇപ്പം ഞാൻ ഈ ടോം ഫിലിപ്പിനോട് എന്നാ പറഞ്ഞത്, കുഞ്ഞ് മരിക്കത്തില്ല, നീ ഭാര്യയുടെ അടിവയറ്റിൽ കൊണ്ടുപോയിട്ട് ഇത് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ഉടമ്പടി തൈലം കുരിശ് വരച്ച് കുഞ്ഞിനെ ഈശോയ്ക്ക് ഉടമപ്പെടുത്താൻ പറഞ്ഞിരിക്കുകയാണ്. കുരിശ് വരക്കണേ എന്തിനാ? അതൊരു മുദ്രയാണ്. കുരിശിച്ച ഒരു സൈനാണ്, സീൽ. ഓഫീസിൽ നിന്നൊക്കെ ലെറ്റർ പാഡ് അടിക്കുമ്പോൾ അവർ സീലടിച്ചിരിക്കുകയില്ലേ, അതിനാണ് നമ്മുടെ കുരിശ് വരയ്ക്കണം. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് എന്താ ചെയ്യണത്? പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് നമ്മൾ കൈയും കാലും കഴുകി ഫ്രഷായിട്ട് വന്നിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന തുടങ്ങുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? ഉടമ്പടി തൈലം എടുത്തിട്ട് കുരിശ് വരക്കും. എന്തിനാണ് ഉടമ്പടി തൈലം എടുത്ത് കുരിശ് വരക്കണത്? കുരിശ് വരക്കും നമ്മൾ അറിയണം. ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ നമ്മളെ പൂച്ച മാത്രം പോലെ എന്തെങ്കിലും കാണിച്ചിട്ട് വെക്കും. ഇങ്ങനെ അതാണ് നിങ്ങൾക്ക് ചില ആൾക്കാർക്കെങ്കിൽ കൾട്ടിക്കായിട്ട് ചെയ്ത് കളയും, ടെക്നിക്കലായിട്ട് ചെയ്ത് കളയും. ഉടമ്പടി തൈലം എടുത്ത് എന്നൊക്കെ പറഞ്ഞു ഉറക്കപ്പിച്ച് എന്തെങ്കിലും കാണിച്ച് കൂട്ടും. പിച്ചുമ്പയും പറഞ്ഞ പോലെ തന്നെ മറ്റൊരു പരിപാടി കാണിക്കും. അങ്ങനെ കാണിച്ചത് വർക്കൗട്ട് ചെയ്യത്തില്ല. നമ്മൾ ഇതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാകണം. ആചാരത്തിന് അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ അനാചാരമായിട്ട് മാറും. അനാചാരമൊന്നും സാധനമില്ലേ, അത് അനാചാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അർത്ഥം അറിയാതെ ആചാരം ചെയ്യുമ്പോഴാണ് അത് അനാചാരമായി മാറുന്നത്. അർത്ഥം അറിയുമ്പോഴാണ് അത് സദാചാരമായി മാറുന്നത്. ഇതൊരു സദാചാര ക്രിയയാണ് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉടമ്പടി തൈലം എടുത്തിട്ട് നെറ്റിക്ക് കുരിശ് വരക്കും. തലയിൽ കുരിശ് വരച്ചാൽ പിന്നെ ഈ ഹോൾ ബോഡി, നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, വർക്കുകൾ, ആ ദിവസത്തെ മുഴുവൻ ഇടപാടുകളെല്ലാം ദൈവത്തിന് ഞാൻ മുദ്ര വെക്കുന്നു. കർത്താവിനെ ഞാൻ ഉടമപ്പെടുത്തുന്നു. എന്താ കാര്യം? ഇത് ഐ വിൽ അതായത് ഇപ്പോൾ 92-ാമത്തെ സങ്കീർത്തനം 10-ാമത്തെ വാക്യം, ഐ വിൽ അനോയിൻറ്റ് യു വിത്ത് എ പ്യൂറസ്റ്റ് ഓയിൽ. അതാണ് സംഭവം. അതിൻ്റെ ഉടമ്പടി ആ വാക്യം നിന്നാണ് ഉടമ്പടി തൈലം ഉണ്ടാകണത്. ഞാൻ നിന്നെ എന്ത് ചെയ്യുമെന്നാണ്? ശുദ്ധമായ തൈലത്താൽ അനോയിൻറ്റ് ചെയ്യും. എന്തിനാണ് അങ്ങനെ അനോയിൻറ്റ് ചെയ്യണത്? ഞാൻ നിന്നെ അഭിഷേകം ചെയ്യും. ഇപ്പോൾ സങ്കീർത്തനം ഈ 92:10, ഞാൻ നിന്നെ ശുദ്ധമായ തൈലത്താൽ, പറഞ്ഞേ, ഞാൻ നിന്നെ ശുദ്ധമായ തൈലത്താൽ അഭിഷേകം ചെയ്യും. എന്തിനാണ് അങ്ങനെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ആ ആചാരത്തിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്, ഐ വിൽ ഗിവ് യു ദ വൈൽഡ് ഓർ സ്ട്രെങ്ത്. അതാണ് അത് ഇംഗ്ലീഷ് കിടക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് നിങ്ങൾ അനുഭവം ചെയ്യണത്? ഞാൻ നിനക്ക് കാട്ടുപോത്തിൻ്റെ ശക്തി നൽകും. മനസ്സിലായില്ലേ? ഞാൻ നിനക്ക്, നമ്മുടെ ബലഹീനതമായൊരു കാലത്തിൽ നമ്മൾ ഉടമ്പടി ചെയ്യണത് ഇല്ലേ? അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ശക്തിയാണ് വേണ്ടത്. ഈ ശക്തി നേടാൻ വേണ്ടി ദൈവത്തിൻ്റെ വാഗ്ദാനമുണ്ട്. ഐ വിൽ ഗിവ് യു എന്നാണ്. നമുക്കറിയാമല്ലോ 8810 വാഗ്ദാനങ്ങളാണ് ദൈവത്തിലുള്ളത്. ഈ വാഗ്ദാനങ്ങൾ പ്രാപിക്കുന്ന ഒറ്റ സിംഗിൾ ആപ്പാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ആ ഉടമ്പടി എല്ലാം വാഗ്ദാനങ്ങളാണ്. അതിലൊരു വാഗ്ദാനമാണ് ഐ വിൽ അനോയിൻറ്റ് യു വിത്ത് ദ പ്യൂറസ്റ്റ് ഓയിൽ.
പ്യുറസ്റ്റ് ഓയിൽ, ഞാൻ നിന്നെ ശുദ്ധമായ തൈലത്താൽ അഭിഷേകം ചെയ്തു. എന്തിനാണ് അഭിഷേകം ചെയ്യണത്? ഐ വിൽ, ഇപ്പം നമ്മൾ എണ്ണ തേക്കത്തില്ലേ, ചില ആൾക്കാർ കുഴമ്പ് തേക്കും നീര് പോകാൻ വേണ്ടി അല്ലേ, ചിലർ തലയിൽ എണ്ണ തേക്കും. എന്തിനാണ്? തല തണുക്കാൻ വേണ്ടി. തല തണുക്കാനും നീര് പോകാൻ വേണ്ടിയാണ് ഉടമ്പടി തൈലം തേക്കണത്? അല്ല. ബേസിക്കലി അത് ഇറ്റ് ഈസ് മെൻ ഫോർ എംപവറിങ്. നമ്മൾ പവർ, അതായത് നമ്മൾ ഒറ്റക്കല്ല. ഇന്ന് മുതൽ ഞാൻ ഉടമ്പടി ചെയ്ത ദൈവം കൂടി എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ ശക്തനാണ്. കൈയടിച്ച് കർത്താൻ. അതായത് അതൊരു വാഗ്ദാനമാണ്. എന്താണ്? നമ്മൾ ഈ നിങ്ങൾ ഉടമ്പടി തൈലം ആ വെളുപ്പിനെ എടുത്ത് നെറ്റിയിൽ കുരിശിടുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദാനം ഓർക്കണം. 12:30 സങ്കീർത്തനം 92:11 ആ വാഗ്ദാനം. റീഡ് ഇറ്റ്. ശ്രദ്ധിക്കട്ടെ. 92-ാം സങ്കീർത്തനം 10-11 തിരുവചനങ്ങൾ. എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി, അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. പ്രൈസ് ദി ലോർഡ്. അതായത് കൊമ്പ് ശക്തി എന്നാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത്. ബൈബിൾ അത് മലയാളത്തിലെ വേർഷൻസിൽ അങ്ങനെ തർജ്ജമ ചെയ്തിരിക്കുന്നതാണ്. ഇംഗ്ലീഷ് വേർഷൻ ഐ വിൽ ഗിവ് യു ദ വൈൽ ഓഫ് സ്ട്രെങ്ത് എന്നാണ് കിടക്കുന്നത്. ഇവിടെ കൊമ്പെന്നാക്കും. അത് ബൈബിളിലെ ശക്തിയുടെ പ്രതീകമായിട്ടാണ് കൊമ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പല വേർഷൻസ് ഉണ്ടാവും ഇതിനെ. അപ്പോൾ ഐ വിൽ ഗിവ് യു ദ വൈഡ് ഓർ സ്ട്രെങ്ത്, ഞാൻ കാട്ടുകാളയുടെ ശക്തി നിനക്ക് നൽകിയെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തി വെളുപ്പിനെ നമ്മളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. എണ്ണ തേക്ക് ഈ തൈലം പൂശി കുരിശ് വരയ്ക്കുമ്പോൾ ഓർക്കണം എന്താണ്? യു ആർ എംപവേർഡ്. ഇത് എന്താണ്? എങ്ങനെയാണ് എംപവറിങ് ആകണത്? ശക്തി ആകണത് എന്താണ്? ശക്തി നമ്മൾ ഉടമ്പടി എടുത്തപ്പോൾ ദൈവം ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നാണത്. നിങ്ങൾ ദൈവമായിട്ട് ഉടമ്പടിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ മുഴുവൻ ആരായി മാറും? നിങ്ങൾ അവകാശികളായി മാറും. മനസ്സിലായില്ലേ? ദൈവം നമുക്ക് തന്ന കാര്യങ്ങളുടെ എല്ലാത്തിൻ്റെയും അവകാശികളായി നമ്മൾ മാറുന്നത് ഈ ഉടമ്പടിയിലൂടെയാണ് മാറുന്നത്. ഉടമ്പടി എന്നൊരൊറ്റ സംഭവം മാത്രമേ വാഗ്ദാനങ്ങൾ അവകാശമാക്കാൻ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഓർത്തിട്ട് വേണം ഈ തൈലം ആദ്യമേ തേക്കാൻ. ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് നിന്നെ ശക്തനാക്കുന്നത്. ശക്തനാക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ടത് എന്താണ്? എങ്ങനെയാണ് നമ്മൾ ശക്തനാകണത്? നമ്മൾ ശക്തനാകണത് എങ്ങനെയാണ്? ഇപ്പം ജോഷുവയോടും ദൈവം എന്താ പറഞ്ഞത്? എങ്ങനെയാണ് ജോഷുവാനെ ശക്തമാക്കിയത്? ശക്തമാക്കിയത് എങ്ങനെയാണ്? ജോഷുവ 1:9 നമ്മൾ വായിക്കണില്ലേ? എന്താ പറഞ്ഞത്? ശക്തനും ധീരനുമായിരിക്കുക. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ തൈലം തേക്കുമ്പോൾ നമ്മൾ പറയേണ്ട വാക്ക് അതാണ്, ശക്തനും ധീരയുമായിരിക്കുക. അതാണ് പറയേണ്ടത്. ജോഷുവ 1:9. എന്തുകൊണ്ടാണ് നമ്മൾ ശക്തനാകണത്? എണ്ണ തേച്ചാൽ ശക്തനാകത്തില്ല. എണ്ണ ഒരു അടയാളമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ശക്തനാകണത്? ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരും. എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഉടമ്പടി തൈലമെടുത്ത് വെളുപ്പിനെ നെറ്റിക്ക് തേക്കുക എന്നുള്ളത്. അതിൻ്റെ കൊണോട്ടേഷൻസ് ഇംപ്ലിക്കേഷൻസൊക്കെ പോക്കണ്ടില്ലേ? അത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ശക്തനും ധീരനുമായിരിക്കുക. കാര്യം എന്താണ്? അത് സങ്കീർത്തനം 92:10-11 വചനം കിടക്കുന്നത്. തൈലം തേക്കുമ്പോൾ ഐ വിൽ അനോയിന്റ് യു വിത്ത് ദ പ്യുറസ്റ്റ് ഓയിൽ, ഞാൻ നിന്നെ ഉടമ്പടി തൈലത്താൽ ശുദ്ധമായ തൈലത്താൽ അഭിഷേകം ചെയ്യും. എന്തുകൊണ്ടാണ്? ഐ വിൽ എംപവർ യു, ഞാൻ നിന്നെ ശക്തനാക്കും. എങ്ങനെയാണ് ശക്തനാക്കുന്നത്? അതായത് ഐ വിൽ ഗിവ് യു ദ വൈഡ് ഓർ സ്ട്രെങ്ത്, കാട്ടുകാളയുടെ ശക്തി നൽകും. കാരണം നമ്മൾ ബലഹീനമായ കാലത്താണല്ലോ ദൈവത്തിൽ ഉടമ്പടി എടുക്കുന്നത്. അത് എപ്പോഴും എങ്ങനെയാണ് നമ്മൾ ശക്തനാക്കണത്? അതാണ് ജോഷുവ 1:9 പറയണത്. എന്താണ്? ശക്തനും ധീരനുമായിരിക്കുക, ശക്തയും ധീരയുമായിരിക്കുക. എന്താ കാര്യം? നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരും. മനസ്സിലായി? അപ്പോൾ ശക്തനായിരിക്കുക, ശക്തിയായിരിക്കുക എന്ന് പറയുമ്പോഴേ ഈ തൈലം തേക്കുമ്പോൾ തന്നെ ഓർക്കുമ്പോൾ ശക്തി വരണത് തൈലത്തിൽ നിന്നല്ല. പിന്നെന്താണ്? ഈ വിശ്വാസം പ്രഖ്യാപിക്കുക നിമിത്തം, ഉടമ്പടിയിൽ ആശ്രയിക്കുക നിമിത്തം അതിൻ്റെ വാഗ്ദാനമായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അവകാശമാകുന്ന കൈയടിച്ച് കർത്താവിനെ. എന്താണ് പറയുന്നത്? ഐ വിൽ കം വിത്ത് യു. ശക്തനും ധീരനുമായിരിക്കുക, ശക്തയും ധീരയുമായിരിക്കുക. വൈ? എന്തുകൊണ്ട്? ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. നീ ശക്തയായിരിക്കണം, നീ ശക്തനായിരിക്കണം. കാരണം എന്താണ്? നീ എവിടെയെല്ലാം പോകുന്നു എന്നാണ്. ഇന്ന സ്ഥലങ്ങളിൽ അത് ഇന്ന സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല. നീ വെന്റിലേറ്ററിൽ പോയാലും
ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. നീ ICUവിലായാലും ശരി, ഐ വിൽ കം വിത്ത്. നീ പരീക്ഷാ ഹാളിലായാലും ശരി, നീ ഇൻ്റർവ്യൂവിലായാലും ശരി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായി, ഒരു മോളുടെ സാക്ഷ്യം ഉണ്ടായിരുന്നു. അവൾ കംപ്ലീറ്റ് മലയാളം മീഡിയമാണ്. ഇവൾക്ക് അതേസമയം തന്നെ കക്ഷി ഉടമ്പടി എടുത്തിട്ട് IATS പരീക്ഷയ്ക്ക് പോവുകയാണ്. ഇവളാണെങ്കിൽ IATS പരീക്ഷയ്ക്ക് ചെന്നപ്പോൾ തന്നെ ആളിൻ്റെ മുമ്പിൽ ഇരുന്ന പരീക്ഷകൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, അവളിങ്ങനെ വിറക്കണം. ആ മാഡത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ പൂക്കല പോലെ വിറക്കുകയാണ്. ഒന്നും വായിന്ന് വരണില്ല. വരുമ്പോഴൊക്കെ അവരാണ് മാഡം ചോദിക്കും, വൈ യു ആർ ഷിവറിങ്, ഇതെന്താ നിങ്ങൾക്ക് വല്ല മാനസിക രോഗമാണോ, എന്താ പറ്റി ഇത് കെട്ടിയെടുത്ത് എന്തായാലും ഇതിനൊക്കെ വന്നത്, എനിക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന രീതി. അവരങ്ങനെ പറഞ്ഞില്ലെങ്കിലും അവരുടെ ബോഡി ലാംഗ്വേജ് അതാണ്, ശരീരഭാഷ അതാണ്. എന്നാൽ പിന്നെ പണ്ടാരം അടങ്ങാൻ എന്തിനാണ് ഇതിന് തലകുത്തി പറയാൻ പോയതെന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ഒരു നെഗറ്റീവ് ബോഡി ലാംഗ്വേജാണ്. അപ്പോൾ അവൾ പക്ഷേ ഇവൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റണില്ല. ഭയങ്കര ചുണ്ടൊക്കെ വിറക്കണത്, തൊണ്ട വിരളെന്ന് വല്ലാത്ത ഒരു പിടച്ചിലാണ്. അപ്പോൾ മാഡത്തിന് കാര്യം മനസ്സിലായി. മാഡം പറയും തെറ്റണ്ട, യു കണ്ടിന്യൂ എന്ന് പറയും. അങ്ങനെ 2 മിനിറ്റ് ഒരു കണക്കിന് ഇംഗ്ലീഷ് പറഞ്ഞ് സ്പീക്കിങ്ങാണ്. 2 മിനിറ്റ് 2.5 മണിക്കൂർ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഈ ആളിൻ്റെ ഗ്യാസ് തീർന്ന്, പഠിച്ചു വെച്ച സംഭവങ്ങളെല്ലാം തീർന്ന്. പിന്നെ എന്ത് പറയണമെന്നറിയാമല്ലോ, പിന്നെ നിന്ന് വിറക്കുകയാണ്. അപ്പോൾ മാഡം പറഞ്ഞു, നിങ്ങൾക്ക് 5 മിനിറ്റല്ലേ ഉള്ളത്, 5 മിനിറ്റ് കണ്ടതിന് 5 മിനിറ്റ് പറഞ്ഞ് ഒപ്പിക്കാൻ പറഞ്ഞു. കാര്യം അവിടെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കണമല്ലേ, ആളെ പറഞ്ഞു. അവൾ 5 മിനിറ്റ് ആദ്യം പറഞ്ഞത് 2.5 മിനിറ്റല്ലേ പറഞ്ഞിരിക്കണത്, അതെന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത്. കാര്യം വിറക്കണ പറയണമെന്നൊരു പിടിയില്ല. ഒരു കണക്കിന് അവിടെ നിന്ന് കഴിഞ്ഞ് താടി പുറത്ത് വീണ്. പേടിയാ ശരിക്കും ആളിനെ. പക്ഷേ എന്താ സംഭവം, വാഗ്ദാനം എന്താണ്? ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. നീ പോകുന്നിടത്തെല്ലാം, ഏത് സ്പീക്കിംഗ് ആയാലും ഏത് ഇൻ്റർവ്യൂവിനായാലും ഐ വിൽ കം വിത്ത് യു. റിപ്പോർട്ട് വന്നപ്പോൾ എന്താ വന്നിരിക്കുന്നത്, അവർക്ക് B ഗ്രേഡ്. ട്രോളർമാർ ചിലപ്പോൾ എൻ്റെ ഈ പ്രസംഗം തന്നെ എടുത്ത് ട്രോൾ ചെയ്ത് വരും. കാര്യം എന്താ, ഇതിൻ്റെ അത് യുക്തിയില്ലല്ലോ. കാര്യം വിറച്ചതുള്ളി 2.5 മണിക്കൂർ പറഞ്ഞു. 2.5 മണിക്കൂർ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഉണ്ടായിരുന്ന കരിമരുന്ന് തീർന്ന്. പിന്നെ ഒരു 2.5 മണിക്കൂർ ബാക്കി കിടക്കണം. കാരണം എന്തെങ്കിലും പറഞ്ഞ് തുലച്ചിട്ട് പോകാൻ പറയുമ്പോഴും ആ പറഞ്ഞത് തന്നെ തന്നെയും പിന്നെയും പറയുന്നു. പക്ഷേ റിസൾട്ട് വരുമ്പോൾ B ഗ്രേഡ്. നിങ്ങൾ സാക്ഷ്യം കേൾക്കണം, യൂട്യൂബിൽ കിടപ്പുണ്ട്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ്സ് എന്ന് പറയണത്. അവൾ വിറച്ചെന്ന് പറയുമ്പോൾ എന്താ എൻ്റെ അർത്ഥം, അവിടെ തൊണ്ട വരണ്ടു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ്, എനിക്ക് മെറിറ്റ് ഇല്ലെന്ന് എൻ്റെ അർത്ഥം, യോഗ്യതയില്ല. യോഗ്യതയില്ലെന്ന് പറഞ്ഞാൽ അതൊരു ഡെഡ് എൻഡ് അല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിനക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്, കർത്താവിൻ്റെ സാധ്യത തുറന്നു വരാൻ പോകുന്നു. ദാറ്റ് ഈസ് ഗ്രേസ്. എപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകണത്, ഈ മെറിറ്റ് എന്ന് പറയുന്ന സാധാരണ മനുഷ്യനെ ഉണ്ടാകുന്ന യുക്തിയും ശക്തിയും ഒക്കെ ഉണ്ടാകും. ചിലപ്പോൾ പല വിഷയങ്ങളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് മെറിറ്റിൽ അധിഷ്ഠിതമല്ല, അത് ഗ്രേസിൽ അധിഷ്ഠിതമാണ്. അതാണ് ബൈബിൾ പറയണത്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇന്ന് എല്ലാവർക്കും അറിയാതെ അല്ലേ, നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഗോലിയാത്ത് വന്നു. ഗോലിയാത്ത് എന്ന് പറയുമ്പോൾ മഹാരാക്ഷസനാണ്. അവൻ്റെ ഷെക്കൽ 700 ഷെക്കലാണ് അവൻ്റെ പരിച. 13 അടിയാണ് അവൻ്റെ കുന്തം. ദാവീദൊരു പയ്യൻ ഇടയ ചെറുക്കനാണ്. ദാവീദിനോട് ഗോലിയാത്ത് ചോദിക്കണത് എന്താണ്, നീ എൻ്റെ അടുത്ത് വരാൻ എന്ത് മെറിട്ടെന്നാണ് ചോദിക്കണത്. ദാവീദ് പറഞ്ഞത് എന്താണ്, മെറിറ്റില്ല പക്ഷേ ഗ്രേസ് ഉണ്ടെന്ന് പറയും. അതല്ലേ സംഭവം. നിങ്ങളെന്താ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കുക. അതായത് 1 സാമുവേൽ 17:45. ശ്രദ്ധിക്കട്ടെ. സാമുവേൽ 17:43-45. ഗോലിയാത്ത് ദാവീദിനോട് ചോദിച്ചു, എന്റെ നേരെ വടിയുമായി വരാൻ ഞാനൊരു പട്ടിയോ? ദാവീദിന്റെ കയ്യിലുള്ള എന്താണ്, ഒരു വടി, ഇടയൻ്റെ വടിയാണ്. അതൊക്കെ മെറിറ്റില്ല. അതാണ് ദാവീദ് ഈ 13 അടി നീളം കുന്തവും പിടിച്ചിരിക്കുന്ന ഒരു രാക്ഷസൻ്റെ അടുത്ത് ഒരു വടിയും പിടിച്ചിട്ട് ഒരു മനുഷ്യൻ വരികയാണ്. അപ്പോൾ ഗോലിയാത്ത് ഉടനെ ചോദിക്കുകയാണ്, വാട്ട് മെറിറ്റ് യു ഹാവ് ടു ഫേസ് മീ? നീ എന്നെ അഭിമുഖീകരിക്കാൻ നിനക്കെന്നാ യോഗ്യത എന്ന് പറയും. അതിനെ ദാവീദ് പറയുന്നൊരു ഉത്തരമുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ദാവീദ് പ്രതിവചിച്ചു, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ. അതാണ് നിന്റെ മെറിറ്റ്, യോഗ്യത. വാളും കുന്തവും ചാട്ടുളിയുമായി നീ എൻ്റെ അടുക്ക വരുന്നു. ഞാനാകട്ടെ
ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിൽ കൈയിടിച്ച് പരമദിവ്യകാരുണ്യത്തിന് മകളേറ്റു പ്രാർത്ഥിക. കർത്താവായ ദൈവമേ, തീർത്ഥാടന ഉടമ്പടിയായി അങ്ങയുടെ മുമ്പിൽ ആരാധന കൂടുന്ന ഞങ്ങളും ഓൺലൈനായി ആരാധന കൂടുന്ന എല്ലാ ദൈവമക്കളും ഉടമ്പടി പ്രകാരം വിശുദ്ധിയോടെ ജീവിച്ച് നിന്റെ സാന്നിധ്യത്തിനും ശക്തിക്കും അർഹരാകുവാൻ അഭിഷേകം ചെയ്യണമേ. അടയാളം നൽകണമേ. സാക്ഷികളാക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഇരിക്കുക. കൃപയാൽ അഭിഷിക്തമാകുന്ന വലിയൊരു ദൈവിക നിമിഷമാണ്. നമ്മൾ സാന്നിധ്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ കർത്താവ് നമുക്ക് വെളിപാട് നൽകുന്നത്. ഇതിപ്പോൾ മുമ്പത്തെ കാലത്തേക്കാളും, അതായത് നേരത്തെ, ഇപ്പം എനിക്കറിയാം കഴിഞ്ഞ കൊല്ലത്തേക്കാളും, മുമ്പത്തെ കാലം ഞാൻ ഉദ്ദേശിച്ച കഴിഞ്ഞ കൊല്ലമാണ്, കഴിഞ്ഞ കൊല്ലത്തേക്കാളും കോവിഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും കൃപാസനം റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതുവരെ ഉണ്ടാകുന്നൊരു കോവിഡ് കാലമുണ്ടല്ലോ, അതുവരെ ഉണ്ടായിരുന്ന ഉടമ്പടി കാലമില്ലേ, അതിനേക്കാളും ഇപ്പം സാന്നിധ്യം കൂടുതലാണ്. അതാണ് ഇപ്പം നിങ്ങളെ എല്ലാ സാക്ഷ്യവും കേൾക്കുന്നില്ലല്ലോ, ഞാൻ മിക്കവാറും എല്ലാ സാക്ഷ്യവും കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ മുമ്പത്തെക്കാളും ആൾക്കാരുടെ കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പം കൂടുതലാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ മുമ്പത്തെക്കാളും വിശുദ്ധരായെന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കാര്യം വിശുദ്ധിയും സാന്നിധ്യമായിട്ട് കണക്ട് ചെയ്യണത്. പിന്നെ ആൾക്കാർ മുമ്പത്തെക്കാളും ഉടമ്പടിയുടെ ബയോളജി പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഉടമ്പടി ഒരു ഭക്തകൃത്യമെന്നും അല്ലത്. ശരിക്കും പറഞ്ഞാൽ അത് ഒരു ബൈബിളിക്കൽ എക്സിക്യൂഷനാണ്. ആ ബൈബിൾ പ്രയോഗത്തിൽ വരുത്തുന്ന സിസ്റ്റമാറ്റിക് സയൻറ്റിഫിക് മാത്തമാറ്റിക്കൽ പ്രെയറാണ്. കാര്യം അതിൻ്റെ ഇന്ന ഫലത്തിന് ഇന്ന ആപ്ലിക്കേഷൻ ഇന്ന ഫലമെന്ന് കൃത്യമാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലേ ഒരു സാക്ഷ്യം ഉണ്ടായത് അല്ലൻ വർഗീസ് എന്നും പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനാണ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ, ട്രിവാൻഡ്രത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹം എങ്ങനെ വെച്ചാൽ അദ്ദേഹം ഇവിടെ നിൽക്കുമ്പോൾ വൈഫും കൂടി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് മാതാവിനോടുള്ള ഒരു സങ്കടമാണ്. കാര്യം അദ്ദേഹത്തിന് ഒരിക്കലും നടക്കാത്തൊരു കാര്യം അമ്മ ഉടമ്പടി പ്രകാരം നടത്തിക്കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫറാണ്. അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ ട്രിവാൻഡ്രത്ത് നിന്ന് കൊല്ലത്തേക്കായിരുന്നു. അപ്പോൾ മാതാപിതാക്കന്മാരുടെ കുറേ പ്രശ്നങ്ങൾ ഒക്കെ കാരണം അവർക്ക് കൊല്ലത്ത് പോയി ജോലി ചെയ്യാനോ ദിവസവും പോകാനോ പറ്റത്തില്ല. അപ്പോൾ ട്രാൻസ്ഫർ ചേഞ്ച് ചെയ്യാതെ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ അദ്ദേഹം ആദ്യം ഉടമ്പടി ചെയ്തു, കൊല്ലത്തെ ട്രാൻസ്ഫർ അതുപോലെ തന്നെ നിന്നു. പിന്നെയും വന്ന് ഉടമ്പടി ചെയ്തു. പക്ഷേ പുള്ളിയുടെ ട്രാൻസ്ഫർ വീണ്ടും ട്രിവാൻഡ്രത്തേക്കാക്കി ദൈവം ക്രമീകരിച്ചു. അത് ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന ഒരു സാക്ഷ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അമ്മ ചെയ്തതിനേക്കാൾ വലുത് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് ആദ്യം പറയാം. അദ്ദേഹം ആദ്യം ട്രാൻസ്ഫറിന് ഒരിക്കലും അദ്ദേഹത്തിന് ട്രിവാൻഡ്രത്ത് നിന്ന് കൊല്ലത്ത് വന്ന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് കുടുംബത്തിൻ്റെ സാഹചര്യം അതല്ല. അപ്പോൾ എന്താ ചെയ്യണത്? അമ്മ ഇത് മാറ്റിത്തരാതെ ഒരു മാർഗ്ഗവുമില്ല. 90 ദിവസം അദ്ദേഹം പക്ക ഉടമ്പടിയിലാണ് ജീവിക്കണത്. അല്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വന്ന് ഉടമ്പടി ചെയ്ത ആളാണ്.
അല്ലാതെ ആൻറ്റി പറഞ്ഞ അയൽവാസി പറഞ്ഞെന്നും പറഞ്ഞ് കൂടെ വന്ന് ഉടമ്പടി ചെയ്ത ആളല്ല. അപ്പോൾ അവർക്ക് മണിയാ കിണിയാ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടും പോര്. അതാണ് അവർ വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം. ഇത് കറക്റ്റ് കാര്യങ്ങളും മാസങ്ങളോളം എടുത്ത് പഠിച്ചിട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തത്. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ പക്കായിട്ടാണ് അദ്ദേഹം ഉടമ്പടി എക്സിക്യൂട്ട് ചെയ്യണത്. പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്തില്ല. പക്ഷേ അപ്പോൾ അത് ഉടമ്പടിയുടെ ഇരിക്കുന്ന വെടിമരുന്ന് എന്താണെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അതാണ് സംഭവം. ഉടമ്പടി എങ്ങനെ കത്തണമെന്ന് പുള്ളിക്ക് കണ്ടുപിടിച്ചു. ഉടനെ പുള്ളി 3 മാസം ഉടമ്പടി ചെയ്ത് ഉടമ്പടി ജീവിച്ചപ്പോൾ ഉടമ്പടി എങ്ങനെയാണ് കത്തണമെന്നോ അല്ലെങ്കിൽ കത്തിക്കാൻ പറ്റണത് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ച് പുള്ളി പുതുക്കി കഴിഞ്ഞപ്പോൾ ഒരു മലക്കം പറഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് വിവേചനം കൊടുത്തു മകനെ ഇങ്ങനെയല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇതിന് നിൻ്റെ വയറ്റിപ്പഴപ്പാണ് നീ പ്രാധാന്യം വെച്ചിരിക്കുന്നത്. നീ വെക്കേണ്ടത് പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉടമ്പടി ചെയ്യാൻ പറഞ്ഞു. ഉടനെ പുള്ളി ഇത് വിടുന്നപ്പോൾ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ട്രാൻസ്ഫർ 1ാമത്തെ സെക്ഷനിൽ നിന്ന് ട്രാൻസ്ഫർ വെട്ടി അത് 2ാമതാക്കി മാറ്റി. 1ാമത് പുള്ളി പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ അമ്മേ എന്നെ നിറക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണേ. അതാണ് ഈ എഡ്യൂക്കേറ്റഡ് ആളുകൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ. കാര്യങ്ങൾ അറിഞ്ഞ് അവർ മറമ്മത്തി തൊട്ടേ കളിക്കത്തുള്ളൂ. അവർ ഒന്നുകിൽ ചെയ്യും അല്ലെങ്കിൽ ചെയ്യത്തില്ല. ചെയ്യുമെങ്കിൽ അവർ വെടിപ്പായിട്ട് ചെയ്യും. അതാണ് എഡ്യൂക്കേറ്റഡ് ഓഡിയൻസിൻ്റെ ഒരു പ്രത്യേകത. കാര്യങ്ങൾ എന്താണെന്ന് ടെക്നിക്കലായിട്ട് മനസ്സിലാക്കും. അച്ഛൻ്റെ പ്രഭാഷണങ്ങളെല്ലാം കേൾക്കും. ഇതെങ്ങനെ കത്തിക്കണമെന്ന് നോക്കും. എന്നാൽ അതിൻ്റെ ഇന്ധനം എവിടെ ഇരിക്കണം, അതിൻ്റെ കുറിഞ്ഞ് എവിടെയാണ്. ഇപ്പം കതിനായാണെങ്കിലും വല്ലോടത്തും കൊണ്ട് തീ വെച്ച് കത്തത്തില്ല. അതിൻ്റെ കുറിഞ്ഞയ്ക്ക് വേണ്ടി കൊടുക്കണം. അത് മരുന്നിരിക്കുന്ന സ്ഥലത്ത് തന്നെ തീ കൊടുക്കണ്ടേ. അപ്പോൾ ഈ മരുന്നിരിക്കുന്നത് എവിടെയാണെന്ന് പുള്ളിക്ക് മനസ്സിലായി. ഇത് ആത്മാവിലാണ് ഇത് വർക്ക് ചെയ്യണത്. അതുകൊണ്ട് പുള്ളിക്കാരൻ ആദ്യം എഴുതി പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ എന്നെ നിറക്കണമേ. 2 നിവർത്തിയില്ല അമ്മേ, വീണ്ടും വെക്കണം ഞാൻ ട്രാൻസ്ഫറിൻ്റെ കാര്യം. കൊല്ലത്ത് പോകാൻ എനിക്ക് അവർ പറഞ്ഞു. അവർ ഓഫീസ് കൊല്ലത്തിടാമെന്ന് പറഞ്ഞു. കൊല്ലത്ത് പോകാൻ അതിനെ റെഡിയാക്കിയിരിക്കുകയാണ് അവർ. അപ്പം അതുകൊണ്ട് ഇപ്പോഴും അത് സ്റ്റാറ്റസ് കോ അങ്ങനെ നിൽക്കുകയാണ്, ഒരു മാറ്റവും ഇല്ലാതെ. പക്ഷേ എനിക്ക് പോകാനും പറ്റണില്ല. അപ്പോൾ അതാണ് വെച്ചു. പക്ഷേ ആദ്യം പിന്നെ അതിൻ്റെ അകത്ത് 3ാമതായിട്ട് പുള്ളിക്കാരനൊരു കാര്യം വെച്ചു. കാര്യം അമ്മ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരു സഹപ്രവർത്തകനുണ്ട് ഈ ഓഫീസിൽ ജോലി ചെയ്യണം. അവനും എന്നെപ്പോലെ പ്രശ്നമാണ്. അവനെയും കൊല്ലത്തൊന്നും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അവൻ്റെ കാര്യം കൂടി ഞാൻ വെക്കണമെന്ന് 3ാമതായിട്ട് അവൻ്റെ കാര്യം വെച്ച്, സഹപ്രവർത്തകൻ്റെ കാര്യം വെച്ച്. അപ്പോൾ ഈ അല്ലൻ്റെ കാര്യം അമ്മ 2ാമത്തെ ഉടമ്പടി കറക്റ്റ് ഉടമ്പടി ആയത് കാരണം അല്ലൻ്റെ കാര്യം അമ്മ ഈ വിത്തിൻ നോ ടൈം കൊല്ലത്തെ ഓഫീസും ഗവൺമെൻറ് സ്റ്റോപ്പ് ചെയ്ത് അത് ആ പ്രോജക്റ്റ് സ്റ്റോപ്പ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ തന്നെ അവൻ ഇരുന്ന സ്ഥലത്ത് തന്നെ ട്രാൻസ്ഫർ തിരിച്ചു കൊടുത്തു. ക്ലിയറായത്. ഇപ്പോൾ ഓർഡറെല്ലാം പിൻവലിച്ചു, എല്ലാം ക്ലിയറായി. പക്ഷേ കൂടെ ഉള്ളവന് ഇപ്പോഴും പോകണം. അപ്പോൾ അവൻ ഇവിടെ വന്ന് വെച്ചും പറഞ്ഞു, അമ്മേ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 3ാമതായിട്ട് എൻ്റെ സഹപ്രവർത്തകൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അവനിപ്പോഴും വിഷമത്തിലാണെന്ന് പറഞ്ഞില്ല. പെട്ടെന്ന് ഒരു സുഗന്ധാഭിഷേകം വന്നു. പെട്ടെന്ന് ഇവിടെ നിൽക്കുമ്പോൾ സുഗന്ധാഭിഷേകം വന്നു. അപ്പോൾ വൈഫിനോട് ചോദിച്ചു, വൈഫും കൊണ്ട് നിൽക്കുകയല്ലേ. കാര്യം ഇവിടെ ഞങ്ങളെ ഇവിടെ നമുക്ക് ഈ 10-2000 ആൾക്കാർ ഒരുമിച്ച് നിൽക്കണമ്പോൾ ബാത്റൂംസ് ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആരും കാണുന്നില്ലെങ്കിലും വളരെ ശാസ്ത്രീയമായിട്ട് 57 ബാത്റൂം ഇതിൻ്റെ അകത്തുണ്ട്. അത് ആ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കണം. പക്ഷേ ഓവറായിട്ട് ആൾക്കാർ വന്ന് ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും സ്മെല്ലുണ്ടാകും. അതുകൊണ്ട് ഞങ്ങളിവിടെ എല്ലാം വിക്ക് വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ നിങ്ങൾ എന്തുമാത്രം വിക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഓർഡർ നല്ല സ്മെല്ല് വരും. അതിന് ആൾക്കാർ ഒത്തിരി കൊണ്ട് ആവശ്യമില്ലാത്ത സ്മെല്ലുണ്ടാകാതിരിക്കാൻ വേണ്ടി ഇത് സെറ്റ് ചെയ്തിരിക്കണതാണ്. അപ്പോൾ ഞാൻ ഈ സുഗന്ധാഭിഷേകം എന്ന് പറയുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. കാര്യം എനിക്കറിയാം ഈ വിക്ക് വെച്ചിരിക്കണ കൊണ്ടാണെന്നറിയാം. പക്ഷേ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ വിക്കിൻ്റെ സ്മെല്ലല്ല, വേറെ ഒരു വെറൈറ്റി സ്മെല്ലാണ് ഇതിൻ്റെ മാതാവിൻ്റെ സ്മെല്ലെന്ന് പറയുമ്പോൾ. അപ്പോൾ ഉടനെ വൈഫ് അടുത്ത് ഇപ്പോൾ ഉണ്ട്. വൈഫിനോട് ചോദിക്കും, എനിക്ക് വല്ലാത്തൊരു സ്വർഗീയ സുഗന്ധം ഫീൽ ചെയ്യണമല്ല, നിനക്ക് വല്ലതും തോന്നിയോ? അപ്പോൾ പറഞ്ഞു എനിക്കൊന്നും തോന്നിയില്ല. വീണ്ടും ചോദിച്ചു, അയാൾക്ക് സ്മെല്ല് ശരി വരുന്നുണ്ടേ. വീണ്ടും ചോദിച്ചു, അപ്പോഴും ഒന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ മനസ്സിലൊരു ഇൻഡ്യൂഷൻ വന്നു, കൂട്ടുകാരനെ വിളിക്കുക വന്നു. അയാൾ പുറത്തോട്ടിറങ്ങിയിട്ട് കൂട്ടുകാരനെ വിളിച്ചു, നിൻ്റെ ട്രാൻസ്ഫറിന് വല്ലതും സംഭവിച്ചോടാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എൻ്റെ ട്രാൻസ്ഫർ ക്യാൻസലാക്കിയെന്ന് പറഞ്ഞു. ഇതാണ് സംഭവം. അതാണ് പ്രസൻസ് എന്ന് പറയണത്. ഇതിങ്ങനെ ഇയർ ടു ഇയർ കേൾക്കുകയാണ് കാര്യങ്ങൾ. നമ്മൾ സത്യസന്ധമായിട്ടൊന്ന് നിന്നാൽ മതി. നമ്മുടെ ഈ മലയാളിയുടെ ജനിതകമായി ഉടായ്പില്ലേ, ആ സാധനം മാറ്റിയ ഉടമ്പടി വർക്കൗട്ട് ചെയ്യും. അത് കൃത്യമാണ്. മലയാളിക്ക് എങ്ങനെയാ ചെറുക്ക് ഗേറ്റ് തുറന്നു കിടന്നാലും അതിൽ ചാടിയിലേ വരത്തുള്ളൂ. അവരെന്തെങ്കിലും തരത്തിൽ കുറക്കാൻ പറ്റുമോ എന്ന് നോക്കൂ. ഇത് 10 പത്രമെങ്കിലും
അടുത്ത ആഴ്ച കൊടുത്താൽ മതിയാന്ന് ചിന്തിക്കും. ഇപ്പം പണ്ട് ഈ ജഗതിയൊക്കെ കളിച്ച പോലെ കൈനീട്ടം വൈകിട്ടായാൽ വല്ല കുഴപ്പമുണ്ടാന്ന് ചോദിക്കത്തില്ലേ, അതുപോലെ മലയാളി ചോദിക്കും, കൈനീട്ടവേ വൈകിട്ടായാൽ വല്ല കുഴപ്പമുണ്ടാന്ന് എന്ന് പറയും. 10 പത്രം അവസാനം മാർച്ച് അവസാനം കൊടുത്താൽ മതിയാന്ന് ചോദിച്ചാൽ ഇത് കത്തുകയില്ല, നനഞ്ഞ പടക്കം പോലെ ഉടമ്പടി. എന്താ കാര്യം? ഇതിനൊരു ലിമിറ്റഡ് ഒരു സ്പീഡുണ്ട്. അത് നിങ്ങളുടെ സ്പിരിച്വൽ എന്തൂസിയാസത്തിൻ്റെ ഭാഗമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് കർത്താവിൻ്റെ പുനരുദ്ധാനത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. നിങ്ങൾ പത്രം കൊടുത്തു, രോഗിയെ കണ്ടു, രോഗികളെ ഇപ്പം രോഗിയെ കണ്ടാകുമ്പോൾ തന്നെ ഈശോ എന്താ പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ ഞാൻ രോഗിയാണെന്നല്ല പറഞ്ഞിരിക്കണത്, അല്ലേ? അവിടെ വേറെ നിങ്ങളുടെ അയൽവാസിയാണ്, ചിലപ്പോൾ ജന്മത്ത് ആദ്യമായിട്ടും കാണുന്ന രോഗിയാണ്. അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ജന്മിത്തം കളിക്കും. എന്നാൽ കിടക്കട്ടെ, എൻ്റെ കയ്യിൽ നിന്നൊരു 50 രൂപ. അപ്പോൾ നിങ്ങൾ ജന്മിയുമായി അയാൾ കുടിയാനുമായി. അപ്പോൾ ഇങ്ങനെയുള്ള ജന്മി കുടിയാൻ വ്യവസ്ഥിതി നിങ്ങൾക്ക് ഇത്തിരി പൈസ എന്തെങ്കിലും ഇത്തിരി മേൽക്കൈ കിട്ടിയാൽ പിന്നെ അപ്പത്തന്നെ നിങ്ങൾ കോളർ പൊക്കും. കോളർ പൊക്കണ കാരണമാണ് ഈശോ പറഞ്ഞത് കോളറൊക്കെ താത്ത് രോഗിയെ ഞാനായിട്ട് കാണാൻ പറയും. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ രോഗിയായിരുന്നു. അതാണ് പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കർത്താവ് രോഗിയാണെന്ന് പറയുമ്പോൾ നമ്മളാരാകും? ദാസനാകും. അമ്മ അതാണ് ഉടമ്പടി ചെയ്യുമ്പോൾ ബേസിക്കായിട്ട് പറയണത്, നീ ഗർഭം ധരിച്ചാൽ പുത്രനെ പ്രസവിക്കും എന്ന് പറയുമ്പോൾ അമ്മ എന്താ പറയണത്? ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് പറയുമ്പോൾ കർത്താവാണിത് ചെയ്യണമെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? അമ്മ ഉടനെ എന്താ പറയണത്? ഇതാ കർത്താവിൻ്റെ ദാസി. അതാ അമ്മ ഉടമ്പടി ചെയ്യണം എന്താണ്? ദാസിയാണെന്നും പറഞ്ഞാൽ ഉടമ്പടി ചെയ്യുന്ന ഓരോ വ്യക്തികളും ആ ചെയ്യുന്ന നിമിഷം തന്നോട് തന്നെ പറയണം, ഞാൻ കർത്താവിൻ്റെ ദാസാണ്, കർത്താവിൻ്റെ ദാസിയാണ്. അമ്മയുടെ മധ്യസ്ഥതയിലാണ് ദൈവത്തോട് ഉടമ്പടി ചെയ്യണത്. കൈയടിച്ച് കർത്താവ് ഞങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ അല്ലെൻ്റെ സാക്ഷ്യം എന്തുകൊണ്ടാണ് പെട്ടെന്ന് വർക്ക് ചെയ്യണത്? ഇവന് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കിട്ടിയ ഉടനെ, പരിശുദ്ധാത്മ ഫലം എന്താണ്? സ്നേഹമാണ്, അല്ലേ? സ്നേഹമാണ്. അതുകൊണ്ടാണല്ല അവൻ രക്ഷപ്പെടാത്തതിൽ ഇവന് സങ്കടം വന്നത്. അതുകൊണ്ടാണല്ലോ അമ്മയോട് അവൻ പറഞ്ഞത്, അമ്മ അവൻ്റെ കാര്യം ശരിയായില്ല എന്ന് പറഞ്ഞത്. അപ്പോഴാണ് അമ്മ പറഞ്ഞത്, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെയുണ്ട്, അവൻ്റെ കാര്യം ശരിയാക്കിയിട്ടുണ്ടെന്ന്. ഇതിന് ഒന്നും പഞ്ഞമില്ല മക്കളെ. ഇതെല്ലാം നിങ്ങൾ വരച്ച വരയിൽ നിങ്ങൾ പറയുന്ന സത്യസന്ധമാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹിതരാണെങ്കിൽ, ആ സ്നേഹത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കാനാണ് നിങ്ങൾ ഉടമ്പടി എടുത്തെങ്കിൽ, ആ ലക്ഷ്യം സത്യസന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും ഉടമ്പടി ഇന്ന് കത്തും നിന്ന് കത്തും. കൈയിട്ടിച്ച് കർത്താവ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, നിങ്ങൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾ ഉടനെ വല്ല വിഡ്ഢിയാന്മാരും ഉണ്ടെങ്കിൽ ബുദ്ധിപരമായിട്ട് ആലോചിക്കും. ഉള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇങ്ങനെ വീട്ടിൽ തന്നെ ട്രാൻസ്ഫർ കിട്ടണമെന്ന് പറഞ്ഞാൽ സർക്കാർ തെണ്ടിപ്പോവില്ല എന്ന് വിചാരിക്കും. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. അവിടെ സിറ്റുവേഷൻ അതാണ്. ചില കുഷ്മണ്ഡന്മാർ ചിന്തിക്കുകയും ഉദ്യോഗസ്ഥന്മാരല്ല ഇങ്ങനെ ട്രാൻസ്ഫർ ചോദിച്ചാൽ പിന്നെ സർക്കാരെ തെണ്ടുമില്ല എന്ന്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതേടെ പ്രത്യേക സിറ്റുവേഷൻസാണ്. നിൻ്റെ സിറ്റുവേഷൻ ആയിരിക്കത്തില്ല ഒരു മറ്റ് വ്യക്തിയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ നിന്നെക്കാരതറിയാൻ പറ്റത്തില്ല. നിൻ്റെ ഭാര്യയായിരിക്കാം, നിൻ്റെ മകളായിരിക്കാം, മകനായിരിക്കാം. അവിടെ സിറ്റുവേഷൻ നിനക്കറിയത്തില്ല. ഇതെല്ലാം അറിയണ ഒരാളുണ്ട്. അയാൾ നമുക്ക് വാഗ്ദാനം തന്നു, I will reinstate you in your own soil. എന്താണ്? നിൻ്റെ മണ്ണിൽ തന്നെ ഞാൻ നിന്നെ പുനഃസ്ഥാപിക്കും. വാഗ്ദാനമാണ്, ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. I will reinstate you, പുനഃസ്ഥാപിക്കോ. എന്താണ്? ഇൻ യുവർ ഓൺ സോയിൽ. നീ എവിടെയാണ് വേരെടുത്തത്
അവിടെ തന്നെ നിന്നെ തിരിച്ചു കൊണ്ടുവരുമെന്ന് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. എസെക്കിയേലിൻ്റെ പ്രവചനങ്ങളിലുണ്ട്. എസെക്കിയേൽ 37:13-14 എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. അതുപോലും എന്താണ് ഈ ആളെ അയാളെ കൊണ്ടുപോകുന്നത്? എന്നെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമെന്നാണ് ആ ഉദ്യോഗസ്ഥൻ പ്രാർത്ഥിച്ചിരിക്കുന്നത്. നിൻ്റെ ട്രാൻസ്ഫർ പോലും പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിട്ടാണ് വരണത്. എന്താ പറഞ്ഞ എൻ്റെ ആത്മാവിനെ ഞാൻ നിന്റെ മേൽ അയക്കും. അടുത്ത നടപടി എന്താണ്? നിങ്ങൾ ജീവിക്കും. പിന്നെ ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. ഇപ്പം സ്വന്തം ദേശത്ത് പറഞ്ഞാൽ നേരത്തെ ജീവിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് മലയാളം ട്രാൻസ്ലേഷൻ വരുമ്പോൾ പുനരധിവസിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടില്ല, വസിപ്പിക്കുമെന്ന് പറഞ്ഞു. പണ്ടുണ്ടായിരുന്ന സ്ഥലത്തുമാണ്, വീണ്ടും അവിടെ തന്നെ വസിപ്പിക്കുക. എൻ്റെ മക്കളെ, ഉടമ്പടി വർക്ക് ചെയ്യണമെങ്കിൽ 8810 വാഗ്ദാനങ്ങൾ ഉൾപ്പെട്ടാൽ മതി. നീ പറയണ കാര്യം അതെന്തായാലും ദൈവം നൽകിയിട്ടുള്ള മനുഷ്യരാശിയുടെ നിലനിൽപ്പിന്, എക്കാലത്തെയുള്ള നിലനിൽപ്പിന് ദൈവം നൽകിയിട്ടുള്ള 8810 വാഗ്ദാനമുണ്ട്. അതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അത് ആ രാജ്യത്ത് നിയമപരമായിട്ട് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളതും ബൈബിൾ അറിയേണ്ട കാര്യമല്ല. ദൈവം ഈ മനുഷ്യന്മാരുണ്ടാക്കിയ നിയമങ്ങളെല്ലാം ദൈവ നിയമത്തിൻ്റെ താഴെയിട്ട് അത് കണ്ട് പഠിച്ചുണ്ടാക്കിയ സംഭവമാണ്. അതുകൊണ്ടാണ് ഇത് മനുഷ്യന്മാരുടെ നിയമങ്ങൾ പോലും നിലനിൽക്കുന്നതിൻ്റെ കാര്യം എന്താണ്? ദൈവിക ഡിവൈൻ ലോ ഉള്ളത് കൊണ്ടാണ്. ഡിവൈൻ ലോ നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലാണ്. ചിലപ്പോൾ ദൈവികമായ വാഗ്ദാനങ്ങളെ ഈ സാധാ മാനുഷ്യ നിയമങ്ങളെയും അതിലംഘിച്ചുകൊണ്ട് ദൈവം വാഗ്ദാനം നടപ്പാക്കും. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് ആ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അവരുടെ വിസ തടഞ്ഞിട്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ നിയമങ്ങൾ തന്നെ ദൈവം മാറ്റുന്ന കാര്യം എന്താണ്? നിയമത്തെക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. കൈയടിച്ച് കർത്താവിനെ രാജ്യത്തിന്റെ നിയമങ്ങൾ വരെ മാറ്റി ഞങ്ങളെ പുനരധിവസിപ്പിക്കുന്ന സ്നേഹത്തിന് നന്ദി പറയുന്നു. ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല, ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. വാക്കുമാറുകില്ല. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല, ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ദൈവസ്നേഹം ഉണ്ടായിരിക്കുക, പരിശുദ്ധാത്മാവിൽ നിറവിൽ ജീവിക്കുക, വിശുദ്ധിയുടെ വ്യാപരിക്കുക, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എഴുന്നേൽക്കുക, എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥന. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, മക്കൾ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. രോഗമുള്ളിടത്ത് കൈകൾ മാറി മാറി വെക്കണം. രോഗമുള്ളിടത്തേക്ക് കൈകൾ മാറി മാറി വെച്ചാൽ മതി. ചിലപ്പോൾ ഒരാൾക്ക് 4-5 രോഗങ്ങളുണ്ടാകും. അച്ഛൻ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കൃപ നിറഞ്ഞു നിൽക്കുന്ന ആരാധനയുടെ അഭിഷേക നിമിഷമാണ്. നിന്റെ മക്കൾ സ്തുതിക്കട്ടെ, ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, എൻ്റെ കർത്താവേ, വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. 36 കൊല്ലം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ മാരകരോഗങ്ങൾ, തീരാവേദികൾ ദൈവനാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശക്തികർത്ത് നടുവേദനക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, നടുവേദനയ്ക്കുന്ന കർത്താവ്, കിഡ്നി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, കിഡ്നി രോഗികളെ കിഡ്നി ചുളിഞ്ഞു പോയവരെ, കിഡ്നി കർത്താവ് ചുളിഞ്ഞു പോയവരെ, കിഡ്നി ചെറുതായി പോയവരെ, കിഡ്നിയിൽ കല്ലുള്ളവരെ, കിഡ്നിക്ക് വീക്കമുള്ളവരെ,
കിഡ്നി വീക്കമുള്ളവർ, കിഡ്നി മരുന്നാകുന്നവർ എല്ലാവരെയും കർത്താവ് സ്പർശിക്കട്ടെ. കൈ രോഗമുള്ളിടത്തേക്ക് കൈകൾ മാറ്റി മാറ്റി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അസുഖമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, സ്പോണ്ടിലോസിന് അസുഖമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, തൈറോയ്ഡ് രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, കരൾ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, കിഡ്നി രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ശ്വാസകോശ രോഗികളെ കർത്താവ്, ശ്വാസകോശ രോഗികളെ, പതിരിയുടെ അസുഖമുള്ളവരെ കർത്താവ്, വലിവ് രോഗികൾ, ആസ്മ രോഗികൾ, അൾസസ് രോഗികൾ, അൾസർ രോഗികൾ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഉദര രോഗികളെ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, നിന്റെ തിരുമുറുമാർന്ന് വലതുകരം രോഗികളെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ പ്രാർത്ഥിക്കുന്ന മക്കളില്ലാത്ത പ്രാർത്ഥിക്കുന്ന കർത്താവ്, കുടൽ രോഗികൾ, അൾസർ രോഗികൾ, അർച്ചസ് രോഗികളെ കർത്താവിൻ്റെ വിശുദ്ധമായ രഥത്തെ കഴുകപ്പെടട്ടെ. മാരകരോഗങ്ങളെ യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളില്ലാത്ത പ്രാർത്ഥിക്കുന്ന കർത്താവ്, കടലുകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, പാങ്ക്രിയാസ് രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, പക്ഷരോഗികൾ, ഷുഗർ രോഗികൾ, മെനിഞ്ചൈറ്റിസ് അസുഖമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, മുടിക്കൊഴിച്ചുകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, നടുവേനക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, വാതരോഗികൾ കർത്താവ്, ഞരമ്പിന് വീക്കമുള്ളവർ, ഞരമ്പിന് ബ്ലോക്കുള്ളവർ, കാല് മരവിക്കുന്ന സമയത്ത് പ്രാർത്ഥികർത്താവ്, മുള്ളൻകാലം ഉച്ചവരെയുള്ള മാരക രോഗങ്ങളെ, തീരാവേക്ഷികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. സൗഖ്യം നൽകണമേ. ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ജോലി ഇല്ലാത്തവരെ, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ആരാധനയ്ക്ക് സമർപ്പിക്കാൻ പോകുന്ന വിഷയങ്ങളാണ്. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഈ വിഷയത്തിന് ഈ മാസത്തിന് സാക്ഷ്യം പറയാൻ ദൈവം നിങ്ങളെ അനുവദിക്കും. അല്ലെങ്കിൽ ഈ ഉടമ്പടി കാലഘട്ടത്തിൽ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. വീടില്ലാത്തവരെ, വീട് സ്ഥലവും വഴിയുമില്ലാത്തവരെ, വാടക താമസിക്കുന്നവരെ, ഈ ആഴ്ചയിൽ ഈ മാസത്തിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരെ, ഈ ആഴ്ചയിൽ ട്രാൻസ്ഫറിന് വേണ്ടി ശ്രമിക്കുന്നവര്, ഈ ആഴ്ചയിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കള്, പുതിയ SLCക്കാർ പരീക്ഷ എഴുതാൻ പോകുന്നവർ, അവരുടെ മാതാപിതാക്കന്മാരെ ഈ സമയം ആരാധനയിൽ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഈ ആഴ്ചയിൽ ഡിഗ്രി പരീക്ഷ എഴുതാൻ പോകുന്നവർ, എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. വിവാഹ തടസ്സമുള്ളവർ, മക്കളില്ലാത്തവർ, വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, അതിൻ്റെ വിസ തടസ്സങ്ങൾ, ഓഫർ ലെറ്ററിൻ്റെ തടസ്സങ്ങൾ, യൂണിവേഴ്സിറ്റി തടസ്സങ്ങൾ, എല്ലാം പൈസ കൊടുത്തിട്ട് എല്ലാം പെൻഡിങ്ങായി പോയവർ, പണവും നഷ്ടപ്പെട്ട് പോകാൻ പറ്റാതെ വേദനിക്കുന്നവർ, മക്കളില്ലാത്തവർ, സ്ഥലം വിൽക്കാൻ പറ്റാത്തവർ, ജപ്തി ആയിപ്പോയവർ, ജപ്തി വരാൻ പോകുന്നവർ, അതടക്കാൻ മാർഗമില്ലാതെ വിഷമിക്കുന്നവർ, കുടുംബകലഹത്തിൽ ഭിന്നതയിൽ ജീവിക്കുന്നവർ, ഭർത്താവും ഭാര്യയും പിരിയാൻ പോകുന്നവർ, പിരിയാൻ ഇഷ്ടമില്ലാത്ത ജീവിത പങ്കാളി, ഇഷ്ടമുള്ള ജീവിത പങ്കാളി, അത് തമ്മിൽ വേദനിച്ച് ജീവിക്കുന്ന അവസ്ഥകൾ, കർത്താവ് ന്യായവും സത്യമില്ലാത്ത രീതിയിൽ സമ്പത്തിനും ജോലിക്കും വേണ്ടി ഈ ജീവിത പങ്കാളികൾ ഒരാൾ കാണിച്ചു കൂട്ടുന്ന അനീതികൾ, അതിലെല്ലാം പരിശുദ്ധ ദേവമാതാവിനെ സമർപ്പിച്ചുകൊണ്ട് മനസ്സാന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ, തെറ്റായ പ്രണയബന്ധങ്ങളിൽ അകപ്പെട്ടു പോയവർ, തെറ്റായ ലഹരി ശീലങ്ങളിൽ അകപ്പെട്ടു പോയവർ, ആശുപത്രിയിൽ കിടക്കുന്നവർ, ICUയിൽ കിടക്കുന്നവർ, രോഗികൾ, മാറാത്ത രോഗത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ,
തിരാവേദിക്കാരെ അതിശക്തമായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കൃപാസനത്തെ നീ ഏറ്റെടുക്കണമേ, അതിൻ്റെ ആരാധന ഏറ്റെടുക്കണമേ. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ, ദൈവത്തിൻ്റെ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. എല്ലാവിധ ജീവിത നൊമ്പരങ്ങളും തീരാവേദനകളിലും അവസ്ഥകളിലുമായി അകപ്പെട്ടിരിക്കുന്നവരെ, യാത്രയിലാകാൻ പോകുന്നവർ, ജീവിത നിലവാരങ്ങൾ, യാത്രയുടെ ലക്ഷ്യങ്ങളുള്ളവർ കർത്താവെ, അതെല്ലാം ഏറ്റെടുക്കാൻ കർത്താവ് നിറവേറാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാ നിറയട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ജീവിത ദുരിതങ്ങളെയും ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. മുട്ടേ നിൽക്കുക. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പം മുട്ട നിൽക്കാൻ പറ്റാത്ത അവസ്ഥ പോലൊരു കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛനിവിടെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മൗനമായി കൈകൾ കൂപ്പി മാതാവിൻ്റെ മധ്യസ്ഥ അമ്മയ്ക്ക് സമർപ്പിക്കേണ്ട വിഷയമാണ്. എല്ലാവരും മുട്ടുകുത്തുക. സമാപന ആശീർവാദം. ഒരു നിമിഷം മൗനമായി ഉടമ്പടിയിൽ വെച്ച എല്ലാ വിഷയങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ ജീവിതത്തെ ഇപ്പം നൊമ്പരപ്പെടുത്തുന്ന എല്ലാ വിഷമതകളെയും ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ,